ഗുഡ് ഈവനിങ് ഓൾ. കുന്നം ഫെസ്റ്റിവൽ ഓഫ് ലെറ്റേഴ്സ് സാഹിത്യോത്സവം 51-ൻ്റെ 15-ാം അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. വാക്കുകൾ ഇഴചേർത്ത് വെച്ച പുസ്തകങ്ങളുടെ വായനയാണ് മനുഷ്യൻ്റെ മാനസിക വളർച്ചയ്ക്ക് ഏറ്റവും അനിവാര്യം. അറിവിൻ്റെ താക്കോലാണ് വായന. ആശയങ്ങളുടെയും കഥകളുടെയും അവസരങ്ങളുടെയും ഒരു പുതിയ ലോകത്തേക്കുള്ള വാതിൽ വായനയിലൂടെ തുറക്കപ്പെടുന്നു. ജീവിതാനുഭവങ്ങളും വായനാനുഭവങ്ങളും പങ്കുവയ്ക്കപ്പെടുമ്പോൾ നമ്മുടെ ആശയങ്ങൾക്ക് ചിറകുകൾ നൽകാൻ നാം ധൈര്യം കാണിക്കുന്നു. വാക്കുകൾ അമ്മാനമാടുന്ന ഈ വേദിയിലേക്ക് സ്വാഗത പ്രസംഗത്തിനായി ബഹുമാനപ്പെട്ട നീതി ടീച്ചറിനെ ക്ഷണിക്കുന്നു. ഏവർക്കും നമസ്കാരം. കുന്നം ഫെസ്റ്റിവൽ ഓഫ് ലെറ്റേഴ്സ് 51-ന്റെ ഈ വേദിയിലേക്ക് ഏവർക്കും സ്വാഗതം. സാഹിത്യത്തിന്റെ വിവിധ മേഖലകളെ കുറിച്ച് ആഴത്തിൽ അറിയാനും ചിന്തിക്കാനും ഒക്കെ പ്രേരണയാകുന്ന വേദിയാണ് കുന്നം ഫെസ്റ്റിവൽ ഓഫ് ലെറ്റേഴ്സ്. ഇന്നത്തെ ഈ വേദിയിൽ നമ്മോടൊപ്പം എത്തിച്ചേർന്നിട്ടുള്ള വിശിഷ്ടാതിഥി മിസ് മായ കിരണാണ്. ഗദ്യവും പദ്യവും ഒരുപോലെ ഇണങ്ങുന്ന മലയാളത്തിന്റെ പ്രിയ എഴുത്തുകാരി മിസ് മായ കിരൺ ഡിജിറ്റൽ യുഗത്തിലെ പുത്തൻ എഴുത്തിനെ കുറിച്ചും പുതുവായനയെക്കുറിച്ചും നമ്മോടൊപ്പം നമുക്ക് ചർച്ച ചെയ്യാനും കൂടുതൽ വ്യക്തമായി പറഞ്ഞു തരാനും ഈ വേദിയിൽ എത്തിച്ചേർന്നിരിക്കുന്ന മിസ് മായ കിരണിനെ ഏറ്റവും സ്നേഹത്തോടെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കോളേജ് പ്രിൻസിപ്പലും പ്രോഗ്രാം കൺവീനറുമായ ഡോക്ടർ രശ്മി ടീച്ചറിനെയും പ്രോഗ്രാം കോർഡിനേറ്റർ ലേഖ ടീച്ചർ, നമ്മുടെ പ്രിയ അധ്യാപകർ, മറ്റു കോളേജിൽ നിന്നും ഈ ഗൂഗിൾ പ്ലാറ്റ്ഫോമിൽ നമ്മോടൊപ്പം ഈ ചർച്ചയിൽ എത്തിച്ചേർന്നിട്ടുള്ള അധ്യാപകർ, വിദ്യാർത്ഥികൾ എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നന്ദി. ടീച്ചറിന്റെ വാക്കുകൾക്ക് നന്ദി. KFL സാഹിത്യോത്സവം 51-ന്റെ 15-ാം അധ്യായത്തിലേക്ക് നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയിരിക്കുന്ന വിശിഷ്ട അതിഥി ഏറെ പ്രിയങ്കരിയായ മായ കിരൺ അവറുകളാണ്. കുറഞ്ഞ നാളുകൾക്കുള്ളിൽ മാന്ത്രിക ടെക്നോ ക്രൈം ത്രില്ലർ ഉൾപ്പെടെയുള്ള നോവലുകളിലൂടെ എഴുത്തിന്റെ ലോകത്ത് തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തിത്വം. 2016-ലാണ് ആദ്യ മാന്ത്രിക നോവൽ ഞാൻ വൈദേഹി പുറത്തിറങ്ങുന്നത്. തുടർന്ന് ജനറേഷൻ ഗ്യാപ്പ് എന്ന കവിതാ സമാഹാരം, ടെക്നോ ക്രൈം ത്രില്ലർ ദ ബ്രെയിൻ ഗെയിം, സയൻസ് ഫിക്ഷൻ പ്ലാനറ്റ് 9, മെഡിക്കൽ ത്രില്ലർ ഇൻസിഷൻ, മെറ്റാഫിഷൻ ദേജാവു എന്നീ നോവലുകളിലൂടെ വളരെ വ്യത്യസ്തമായി എഴുത്തിന്റെ ലോകത്ത് നിലകൊള്ളുന്നു. സ്കൂൾ കാലഘട്ടത്തിൽ യുവജനോത്സവങ്ങളിൽ കലാതിലകം, ജോസഫ് മുണ്ടശ്ശേരി ഭാഷാ പുരസ്കാരം, കുവൈറ്റ് ആർട്സ് ആൻഡ് ലിറ്ററേച്ചർ പുരസ്കാരം, KSCA പ്രത്യേക ജൂറി പുരസ്കാരം തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ. എഴുത്തിന്റെ ലോകത്ത് തന്റേതായ പരീക്ഷണങ്ങളിലൂടെ വ്യത്യസ്തമായി മാറിയ പ്രിയപ്പെട്ട എഴുത്തുകാരി ശ്രീമതി മായ കിരണിനെ ഏറെ സ്നേഹത്തോടെ KFLന്റെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. നീതി ടീച്ചർ, പിന്നെ പ്രവീണാണ്. എനിക്ക് എല്ലാവരും കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കാം. ഓക്കെ. പ്രവീണാണ് 51-ന്റെ ഈ സെഷനിലേക്ക് നമുക്ക് ഒരു ഓൺലൈൻ സെഷൻ നമുക്ക് പറ്റുമോ എന്നുള്ളത് ചോദിച്ച് എന്നെ കോൺടാക്ട് ചെയ്തിരുന്നത്. അപ്പം ഇപ്പോ ഈ ഒരു മുഹൂർത്തത്തിൽ എനിക്കൊപ്പമുള്ള എല്ലാവർക്കും ആദ്യം തന്നെ ഹൃദയത്തിന്റെ ഭാഷയിൽ ഇങ്ങനൊരു അവസരം തന്നതിന് നന്ദി പറയുന്നു. നമ്മുടെ വിഷയം എന്ന് പറയുന്നത് വളരെ ജനറലൈസ്ഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. പുത്തൻ വായനയും പുതുകാല വായനയും പുതുകാലത്തെ എഴുത്തും എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഇപ്പൊ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഒരുപാട് തവണ ചർച്ച ചെയ്തു പോയിട്ടുള്ള ഒരു വിഷയമായിരിക്കും പുതുകാല വായനയും പുതുകാല എഴുത്തും എന്ന് പറയുന്നത്. അപ്പോ അതിനെ പറ്റിയിട്ട് എന്റെ വേർഷനിൽ എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ഇന്ററാക്ഷൻ ആയിട്ട് തന്നെ സംസാരിച്ചു പോകാൻ ഒരു നിങ്ങൾക്കുള്ള അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾക്കും പറയാവുന്ന തരത്തിൽ മുന്നോട്ട് പോകാമെന്നാണ് ഞാൻ കരുതുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഓൺ ചെയ്ത് വെക്കാവുന്നവരൊക്കെ ഒന്ന് വെക്കണേ. കാരണം നമ്മൾ എത്രയും ഫേസ് ടു ഫേസ് ആയിട്ട് കണ്ട് സംസാരിക്കുന്ന അത്രയും വരില്ലല്ലോ. അതുകൊണ്ടാണ് പറ്റുന്നവരൊക്കെ ഒന്ന് വീഡിയോ ഓൺ ചെയ്ത് സംസാരിക്കാൻ പറ്റുവാണെങ്കിൽ നല്ലതായിരിക്കും. ഞാൻ നിർബന്ധിക്കുന്നില്ല, പറ്റുന്നവർ. അപ്പോ ഇപ്പൊ നമ്മള് റീഡേഴ്സ് എന്ന് പറയുന്നത് ആദ്യം നമുക്ക് വായനയുടെ കാര്യം തന്നെ പറയാം. വായന എന്ന് പറയുന്നത് പണ്ടാണെങ്കിലും ഇപ്പോഴാണെങ്കിലും വായനയെ കൺസിസ്റ്റന്റ് ആയിട്ട്, വായനയെ തുടർ വായനകളിലൂടെയും അതല്ലെന്നുണ്ടെങ്കിൽ വായനയെ തന്റെ ജീവിതചര്യയായിട്ട് കൊണ്ട് നടക്കുന്ന കുറെ ആൾക്കാരുണ്ട്.
അവർക്ക് ഈ വായനയിലെ പുതുകാലമെന്നോ പഴയ കാലമെന്നോ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഇല്ലാതെ തന്നെ അവർ മുന്നോട്ട് കൊണ്ടുപോകും. പക്ഷെ വായനക്കാരിലാണ് വ്യത്യാസം വന്നത്. 2020 സമയത്ത് ആ കോവിഡ് വന്നപ്പോൾ മുതലാണ് എനിക്ക് തോന്നുന്നത് വായനയിൽ ഇത്രയ്ക്ക് സ്പഷ്ടമായ അല്ലെങ്കിൽ വളരെ വ്യക്തമായ ഒരു മാറ്റം വന്നു തുടങ്ങിയതെന്ന് തോന്നുന്നു. മുൻപ് തീർച്ചയായിട്ടും വായനയ്ക്ക് പലതരത്തിലുള്ള വളർച്ചയും തളർച്ചയും അതുപോലെ പല വകഭേദങ്ങളും ഉണ്ടായിട്ടുണ്ട്. വായനയെ തളർപ്പിക്കാനും അതേപോലെ തളർത്താനും വേണ്ടിയിട്ടുള്ള നീക്കങ്ങളും പലതരത്തിലും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോ ഈ പുതുകാലം എന്ന് പറയുമ്പോൾ 2020 തൊട്ട് ഇങ്ങോട്ട് എനിക്ക് തോന്നുന്നു പുതുകാലത്തെ വായനയ്ക്ക് വ്യക്തമായ നമുക്ക് കാണുമ്പോൾ തന്നെ ചേഞ്ചസ് വന്നതായിട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഒരു സാധാരണ വായനക്കാരനാണെങ്കിൽ കൂടെ പൊതുവെ വായനക്കാരെന്ന് പറയുന്നത് പല ടൈപ്പ് ഉണ്ട്. അതായത് വെക്കേഷൻ റീഡേഴ്സ് ഉണ്ട്, ഫാറ്റ് റീഡേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ പോളിഗമിസ്റ്റ് ആയിട്ടുള്ള റീഡേഴ്സ് ഉണ്ട്. അപ്പം ഈ റീഡേഴ്സിന് എല്ലാത്തിനും ഇപ്പോ ഒരു 6 മാസക്കാലം എടുത്താൽ തന്നെ നമുക്ക് മനസ്സിലായി. ഈ ടോപ്പിക് നമ്മൾ സെലക്ട് ചെയ്യാൻ തന്നെ കാരണം എനിക്ക് തോന്നുന്നു ഈ ഒരു 6 മാസക്കാലം കൊണ്ട് നമ്മുടെ വായനയിൽ കണ്ട ഒരു വലിയൊരു ബൂമിംഗ് ഉണ്ട്. ഭയങ്കര ഒരു വളർച്ച, വിസ്ഫോടനകരമായ ഒരു തരം വളർച്ചയുണ്ട്. അപ്പം ഈ വളർച്ച കൊണ്ടായിരിക്കണം ഈ ടോപ്പിക് തന്നെ വന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഈ ഫാറ്റ് റീഡേഴ്സ്, അത് ഞാൻ എനിക്ക് തോന്നിയ കാര്യം പറയുമ്പോൾ ചിലപ്പം നാളെ എനിക്കെതിരെ തന്നെ ഇത് വന്നെന്ന് വരാം. പക്ഷെ എങ്കിലും എനിക്ക് തോന്നിയൊരു കാര്യം ഞാൻ പറയാം. ഫാറ്റ് റീഡേഴ്സ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ട്. നിങ്ങൾ എല്ലാവരും തന്നെ ലിറ്ററേച്ചർ സംബന്ധിയായിട്ടുള്ള ഈ ഒരു വേർഡ് കേട്ടിട്ടുള്ള ആൾക്കാർ തന്നെ ആയിരിക്കും. അതായത് നമ്മുടെ ചുറ്റിലും നടക്കുന്ന കാര്യങ്ങളിൽ ഒരു ഹൈപ്പ് ആഘോഷിക്കപ്പെടുമ്പോൾ, ഒരു പുസ്തകം, ഒരു എഴുത്തുകാരി അതല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക ഇൻസിഡന്റ് ആഘോഷിക്കപ്പെടുമ്പോൾ ആ ആഘോഷത്തിലേക്ക് ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ അതിലൂടെ ഏതൊരു വായനയാണല്ലോ വിഷയം, അപ്പൊ വായനയെ തളർപ്പിച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടാവും, കുറച്ച് റീഡേഴ്സ് ഉണ്ടാവും. അവര് എന്ന് പറയുന്നതാണ് ഫാറ്റ് റീഡേഴ്സ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്നത്. നിങ്ങൾക്ക് അറിയായിരിക്കും, ഒബ്ജക്ഷൻ ഉണ്ടെങ്കിൽ പറയാം. ഇവരാണ് ഇപ്പോഴത്തെ ഈ ഒരു 6 മാസക്കാലങ്ങളായിട്ടുള്ള വായനയുടെ ഇത്രയും വലിയൊരു വളർച്ചയ്ക്ക് കാരണമായിട്ടിരിക്കുന്നത്. കാരണം ഈ കാറ്റഗറിയിലുള്ള റീഡേഴ്സ് എന്ന് പറയുന്നത് ഇല്ലെന്നല്ല, സ്ഥിരമായി വായിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ ഒരു പ്രത്യേക ജനീർ ഇഷ്ടപ്പെടുന്നവരുണ്ടാവും, അതുപോലെ തന്നെ പ്രത്യേക ഭാഷാ രീതി, അതായത് ഒരു ക്രാഫ്റ്റിനെ ഇഷ്ടപ്പെടുന്നവരുണ്ടാവും, അതുപോലെ തന്നെ ചില പ്രത്യേക എഴുത്ത് ശൈലികളോ എഴുത്തുകാരെയോ ഇഷ്ടപ്പെടുന്നവരുണ്ടാവും. ഇതിൽ നിന്നൊക്കെ വിഭിന്നമായിട്ട് ചില പുസ്തകങ്ങൾ, ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പൊ റാം കെയർ ഓഫ് ആനന്ദി എന്നുള്ള പുസ്തകമാണെങ്കിലും, എത്രയും പ്രിയപ്പെട്ട എന്നോടെന്ന് പറയുന്ന പുസ്തകമാണെങ്കിലും, കുറെ രണ്ട് രീതികളിൽ നിന്നുള്ള അപ്രോച്ചുകൾ, വായനക്കാരുടെ 2 രീതികളിലുള്ള അപ്രോച്ചുകൾ നേരിട്ട പുസ്തകങ്ങളാണ്. പക്ഷെ അവയുടെ വളർച്ചയുടെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ വായനക്കാരുടെ ആസ്പെക്ട്സിൽ ചിന്തിക്കുമ്പോൾ അത് ഈ ഫാഡ് റീഡേഴ്സ് കൊണ്ടുവന്ന വ്യത്യാസമാണ്. വായനയെ ആഘോഷമാക്കിയപ്പോൾ ഈ ആഘോഷങ്ങൾ അപ്പോഴാണ് പുസ്തകം എന്ത് ചെയ്തു, കുറെ ആൾക്കാരിലേക്ക് എത്തിച്ചേർന്നു. അതായത് പുസ്തക വായന എന്ന് പറയുന്നത് സ്വന്തം ജീവിതത്തിന്റെ ഭാഗമല്ലാതിരുന്ന ഒരുപാട് പേരിലേക്ക് വായന എത്തിച്ചേരാനായിട്ട് ഈ 2 പുസ്തകങ്ങൾ കാരണമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ പുസ്തകങ്ങളുടെ എന്താ പറയണ്ടേ, ആ ഒരു കാര്യം വെച്ചിട്ട് ആ പുസ്തകങ്ങളെ ക്രിട്ടിസൈസ് ചെയ്യുകയോ ആ ഒരു കാര്യം വെച്ചിട്ട് ആ പുസ്തകത്തിനെ അത് അർഹിക്കുന്ന രീതിക്ക് പുറത്തേക്ക് അതിനെ ഉയർത്തിക്കൊണ്ട് പോവുകയോ, ശരിക്കും പറഞ്ഞാൽ ഒരു കണ്ടു നിൽക്കുക, അതിനൊപ്പം പോവുക. കിട്ടുന്നത് എന്തും വായിക്കുന്ന കുറച്ച് റീഡേഴ്സ് ഉണ്ടല്ലോ, കിട്ടുന്നത് എന്തും വായിക്കുന്ന റീഡേഴ്സ് എന്ന് പറയുന്ന അവർ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. എന്ത് കിട്ടിയാലും വായിക്കും, ഫിക്ഷൻ ആയാലും നോൺ ഫിക്ഷൻ ആയാലും, ഇപ്പൊ ഫാന്റസി ആണെന്നുണ്ടെങ്കിലും എന്തുവാണെങ്കിലും വായിക്കും. അതാണ് എനിക്ക് തോന്നിയ ഒരു കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇമോഷൻസ്. നമ്മള് 2017-18 കാലഘട്ടത്തില് ഇപ്പം ഞാൻ കൂടുതലായിട്ട് എഴുതുന്ന ജനീർ ത്രില്ലർ ജനീർസിൽ വിട്ട പുസ്തകങ്ങളാണ് കൂടുതൽ ഞാൻ എഴുതാനായിട്ട്. എനിക്ക് വായിക്കാനും ഇഷ്ടം അതാണ്, എല്ലാം വായിക്കും ഞാൻ, പക്ഷെ ത്രില്ലേഴ്സ് വായിക്കാൻ ഒരു പ്രത്യേക ഇഷ്ടമുണ്ട്. അപ്പൊ ഈ ത്രില്ലറുകൾക്ക് ഒരു ഹൈപ്പ് ഉണ്ടായ ഒരു സമയമുണ്ട്. ആ സമയം എന്ന് പറയുന്നതും ഇതേ കാരണം തന്നെയാണ് അതിന്റെയും വിഷയമായിട്ടുള്ളത്. കാരണം കുറച്ചു കാലങ്ങളായിട്ട് അനക്കമില്ലാതെ കിടന്നൊരു മേഖലയില് പെട്ടെന്ന് പഴയകാല വായനയെ കോട്ടയം പുഷ്പനാഥിനെ പോലെയും അതുപോലെ തന്നെ ആ ജനീറിൽ എഴുതിക്കൊണ്ടിരുന്ന മലയാളം എഴുത്തുകാരിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സാധ്യത തെളിഞ്ഞു വന്നപ്പോൾ അതിനെ ഇരുകൈ നീട്ടി സ്വീകരിക്കുന്ന റീഡേഴ്സ് ഉണ്ടാവുകയാണ് ചെയ്തത്. അതൊക്കെ വായനയുടെ തുടക്കക്കാരായവരാണ് കൂടുതൽ സപ്പോർട്ട് ചെയ്തത്.
പിന്നീട് അതിനെ ആ എഴുത്തിന്റെ ക്രാഫ്റ്റ് ഉറപ്പായിട്ടും എന്ത് പുസ്തകം നമ്മൾ എഴുതുന്നു എന്ന് വെച്ചാലും അതിനൊരു വ്യക്തമായ ഒരു കണ്ടന്റ് ഉണ്ടായിരിക്കണം, അതിന് വ്യക്തമായ ഒരു ക്രാഫ്റ്റ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഭാഷ വളരെ ലളിതമായിരിക്കാം, അല്ലെങ്കിൽ കടിച്ച പൊട്ടാത്തതെന്ന് നമ്മൾ പറയുന്ന രീതിക്ക് ആയിരിക്കാം. പക്ഷെ എന്തു തന്നെ ആയാലും അതിന് കല്ലുകടി തോന്നാത്ത തരത്തിലുള്ള ഭാഷയാണെങ്കിൽ സ്വീകരിക്കപ്പെടുക തന്നെ ചെയ്യും എന്നുള്ളതാണ് വായനയുടെ കാര്യത്തിൽ എനിക്ക് തോന്നിയത്. അപ്പം ഇങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞാലും നമ്മൾ ഇപ്പൊ ഈ വായന എന്ന് പറയുന്നത് ഇരുകൈകളിൽ നീട്ടി സ്വീകരിക്കേണ്ട പുസ്തകങ്ങളുടെ കാര്യം വിൽപ്പനയാണ്. ശരിക്കും പറഞ്ഞാൽ വായന എന്ന് നമുക്ക് പറഞ്ഞുകൂടാ, അതിനെ വിൽപ്പന എന്ന് കൂടുതൽ കൂട്ടിച്ചേർത്ത് പറയേണ്ടി വരും. പക്ഷേ വായനയുടെ കാര്യത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ വായിക്കപ്പെടുന്ന പുസ്തകങ്ങൾ എന്ന് പറയുന്നത് എങ്ങനെയാണ് നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 10-12 വർഷങ്ങൾക്ക് ശേഷം ഉറപ്പായിട്ടും അത് ഇവിടെ തന്നെ ഉണ്ടാവും. എക്സാമ്പിൾ പറഞ്ഞാല്, ഒരു പുസ്തകത്തിന്റെ രാശി നിർണ്ണയിക്കുന്നത് നമ്മൾ ആരുമല്ല. ശരിക്കും പുസ്തകത്തിന്റെ രാശി നിർണ്ണയിക്കുന്നത് ആ പുസ്തകം തന്നെയാണ്. ഒരിക്കൽ എന്നുള്ള പുസ്തകം, എൻ മോഹൻസാന്റെ പുസ്തകം, എത്രയോ വർഷങ്ങൾക്ക് ശേഷം, അദ്ദേഹം ഇപ്പൊ ഈ ഭൂമിയിൽ ജീവനോടെ ഇല്ല, അതിന്റെ എഴുത്തുകാരൻ. പക്ഷെ എന്നിട്ടും ആ പുസ്തകം വളരെ ഭയങ്കര വലിയൊരു തലത്തിലേക്ക് വായിക്കപ്പെട്ടു. അതാണ്, ഒരു പുസ്തകം അതിന്റെ വായനക്കാരനെ കണ്ടെത്താൻ ഇന്ന കാലമെന്നോ ഇന്ന സമയമെന്നോ ഇന്ന വായനക്കാരെന്നോ ഒന്നുമില്ല. അപ്പൊ പൊതുകാല വായന എന്ന് പറയുന്നത് ഒറ്റ സെന്റൻസിൽ നമുക്ക് പറയാം, ഒറ്റ വാക്കിൽ പറയാം, അൺപ്രെഡിക്റ്റബിൾ ആണ്. കാരണം അത് ക്രാഫ്റ്റിനെയോ എഴുത്തുകാരനെയോ അതിന്റെ ശൈലിയെയോ എന്നതിനപ്പുറത്തേക്ക് മറ്റെന്തൊക്കെയോ ഫാക്ടേഴ്സ് അതിന് പിന്നിലുണ്ട്. ഉറപ്പായിട്ടും അതിന്റെ സെലിബ്രേഷൻ, ആഘോഷിക്കപ്പെടുന്ന പുസ്തകങ്ങൾക്ക് ഉറപ്പായിട്ടും വായനക്കാരെ കണ്ടെത്താനായിട്ട് കഴിയും. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇപ്പം മാർക്കറ്റിങ്ങിന്റെ കാലമാണ്, പ്രൊമോഷൻസിന്റെ കാലമാണ്. ഒരു പുസ്തകം ഇറങ്ങി, അറിയാലോ, നമ്മൾ ഒരു ആഴ്ച തന്നെ എത്രയോ പുസ്തകങ്ങളാണ് നമ്മുടെ കൺമുന്നിലേക്ക് വരുന്നത്. അതിൽ തന്നെ ഒട്ടും എസ്റ്റാബ്ലിഷ്ഡ് അല്ലാത്ത ഒരു റൈറ്ററുടെ പുസ്തകം വാങ്ങി വായിക്കാൻ നമ്മൾ ആരും തയ്യാറാവില്ല. ഉറപ്പായിട്ടും ഇപ്പൊ ലൈബ്രറിയിൽ നിന്ന് എടുത്ത് വായിക്കുന്ന പോലെ അല്ലല്ലോ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങി വായിക്കുന്നത്. അപ്പൊ ഇത്രയോ പുസ്തകങ്ങൾ ഇറങ്ങുമ്പോൾ ആൾക്കാരിലേക്ക് അതിന്റെ നല്ല വശം എന്ത്, ചീത്ത വശം എന്ത്, ഇത് വായിക്കേണ്ടതുണ്ടോ, അല്ലെ വായിച്ചാൽ എന്താണ് ഗുണം എന്നുള്ളതിനെ പറ്റി കൃത്യമായ അവബോധം കിട്ടുന്ന പുസ്തകങ്ങൾ വായനക്കാരിലേക്ക് എത്തും. വായന അതിനനുസരിച്ച് വ്യത്യസ്തമാവുകയും ചെയ്യും. ഇപ്പോ യുവാൻ നോവ ഹരാരിയുടെ ഏറ്റവും പുതിയ പുസ്തകം അനൗൺസ് ചെയ്ത സമയത്ത് തന്നെ അതിന്റെ പ്രീ ബുക്കിംഗ് ഒക്കെ ബെസ്റ്റ് സെല്ലിംഗ് കാറ്റഗറിയൊക്കെ അട്ടിമറിക്കുന്ന ഒരു എണ്ണമായിട്ട് മാറിയിട്ടുണ്ട്. അത് ഒന്ന് ആലോചിച്ച് നോക്കണം. ഒരു പർട്ടിക്കുലർ ജനീറാണത്. ആ ഒരു ജനീർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50-60 വർഷങ്ങൾ കഴിഞ്ഞാലും ആ പുസ്തകം അവിടെ തന്നെ കാണും. കാരണം അദ്ദേഹം ചെയ്തു വെച്ചിരിക്കുന്നത് അത്തരത്തിൽ പ്രോമിസിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ ഞാൻ പറയുന്ന ഈ ബാക്കിയുള്ള പുസ്തകങ്ങൾ അങ്ങനെ ആവില്ലെന്നല്ല, അതിന് നമുക്ക് അൺപ്രഡിക്റ്റബിൾ ആണ്. തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. കാരണം അത് അങ്ങനെ ഒരു ജനറൽ ടോപ്പിക്ക് കൈകാര്യം ചെയ്യുന്ന പുസ്തകങ്ങൾ തീർച്ചയായിട്ടും കാലാതിവർത്തിയായിട്ട് നിലനിൽക്കുക തന്നെ ചെയ്യും. പക്ഷെ കാലാതിവർത്തിയായിട്ട് നിലനിൽക്കാത്ത കുറച്ച് ക്രാഫ്റ്റുകളും ഉണ്ട്. എന്താ പറയാ, ദൗർഭാഗ്യകരം എന്ന് പറയട്ടെ, ഞാനൊക്കെ എഴുതുന്ന ത്രില്ലർ എന്ന് പറയുന്നത് എത്ര കാലം അതിന്റെ ലൈം ലൈറ്റ് ഉണ്ടാവും എന്നുള്ളത് പറയാൻ പറ്റില്ല. ചിലപ്പം നമ്മൾ ഇത് എഴുതുന്ന ആൾക്കാര് കണ്ടിന്യൂസ്ലി ഈ ഒരു എഴുത്തിന്റെ മേഖലയിൽ ഉണ്ടെങ്കിൽ അത് വായിക്കപ്പെട്ടേക്കാം എന്നതിനപ്പുറത്തേക്ക് ഇന്ന പുസ്തകങ്ങൾ ഇന്ന കാരണം കൊണ്ട് വ്യത്യസ്തമാവുന്നു, അതുകൊണ്ട് വായിക്കപ്പെടാം, 10 വർഷത്തിന് ശേഷം വായിക്കപ്പെടാം എന്ന് പറയാൻ പറ്റില്ല. പുതുകാല വായന എന്ന് പറയുന്നത് അൺപ്രഡിക്റ്റബിൾ ആണ് എന്ന് പറയുന്നതിന്റെ കാരണം, പുതുകാലം എന്ന് വെച്ചാൽ ഇപ്പൊ നമുക്ക് ഇതാണ് പുതുകാലം, നാളെ ഒരു 10 ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ അതാണ് പുതുകാലം. ഈ 10 ദിവസത്തിനുള്ളിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് നമുക്കറിയില്ല. പക്ഷെ കാലാതിവർത്തിയായിട്ട് നിലനിർത്തേണ്ട പുസ്തകങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെന്തെങ്കിലും വ്യത്യസ്തത ഉണ്ടായിരിക്കും എന്നാണ് ഒരു വായനക്കാരി, വായിക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി അടുത്തത് എഴുത്തിലേക്ക് വരാം. പുതിയ കാല എഴുത്തിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പണ്ട് നമ്മുടെ ഒരു 20 വർഷം മുമ്പത്തെ കാര്യം, കാരണം 20 വർഷത്തിൽ ഒരു 10 തൊട്ട് 20 വർഷത്തിനിടയ്ക്ക് എഴുത്തിന്റെ മേഖലയിൽ ഭയങ്കരമായ മാറ്റങ്ങളും പരീക്ഷണങ്ങളും വന്നിട്ടുണ്ട്. അതിന് മുൻപ് പരീക്ഷണങ്ങൾ ഇല്ല എന്നല്ല, പക്ഷെ അതിനേക്കാൾ കൂടുതൽ ഒരു പരീക്ഷണങ്ങളും വെല്ലുവിളികളും നേരിട്ടിട്ടുണ്ട്. ഇപ്പോൾ ഉള്ള എഴുത്തുകാർ നേരിടുന്ന പ്രധാന വെല്ലുവിളി ഡിജിറ്റൽ യുഗത്തിൽ ജീവിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഡിജിറ്റൽ യുഗത്തിൽ ജീവിക്കുമ്പോൾ ഒരു അച്ചടി മാധ്യമത്തിൽ തന്റെ സൃഷ്ടി മറ്റുള്ള വായനക്കാരിലേക്ക്, അത് അർഹിക്കുന്ന അല്ലെങ്കിൽ അതിനെ ആഗ്രഹിക്കുന്ന വായനക്കാരിലേക്ക് എത്തിച്ചേരുമ്പോൾ ഈ വെബ് സീരീസുകളും അതുപോലെ തന്നെ ഇതിനു മുൻപ് ലാജോ ജോസ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണത്, ഞാനും അതൊന്ന് ശ്രദ്ധിച്ച കാര്യമാണ്. വെബ് സീരീസുകളുടെയും അതുപോലെ തന്നെ
ഭയങ്കര അമേസിംഗ് ആയിട്ടുള്ള സിനിമകളുടെയും ഇടയ്ക്കുന്നാണ് അവരുടെ സമയം കിട്ടേണ്ടത്. അതുകൊണ്ട് തന്നെ വായനക്കാർ കുറഞ്ഞു പോകും എന്നുള്ള ഒരു ആദി ഒരു 5 വർഷം മുന്നത്തെ വരെ ഉണ്ടായിരുന്നു. പക്ഷെ കോവിഡ് കാലം വന്നപ്പോൾ ഈ ഒരു ആദിയൊക്കെ അട്ടിമറിക്കപ്പെട്ടിട്ട് വായന എന്ന് പറയുന്നത് പലർക്കും അന്ന് തുടങ്ങിയ വായന എന്ന് പറയുന്നത് ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് കൊണ്ടുപോകുന്നുമുണ്ട്. അപ്പം പുതിയ കാല എഴുത്തുകാർക്ക് വായനക്കാരുമായിട്ട് ഒരു കണക്ഷൻ, ഒരു ബ്രിഡ്ജ് ഉണ്ടാക്കുകയേ വേണ്ടൂ. ആ ബ്രിഡ്ജ് എന്ന് പറയുന്നത് പലതാവാം. ഒന്ന്, എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു സൃഷ്ടി കൊണ്ട് എസ്റ്റാബ്ലിഷ്ഡ് ആയേ പറ്റൂ. എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുണ്ടെങ്കിൽ അവരുടെ ആ സൃഷ്ടി പിന്നീട് വരുന്നതിനെ ഉറപ്പായിട്ടും തേടി പിടിച്ച് വായിക്കും. അത്രയും നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ഉറപ്പ് കൊടുക്കാൻ പറ്റുന്ന എഴുത്തുകാരെയാണെങ്കിൽ പിന്നീട് ഒരു പുസ്തകം നമ്മൾ വായിച്ച് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വായനക്കാർ ഉറപ്പായിട്ടും തേടി പിടിച്ച് മറ്റു പുസ്തകങ്ങൾ വായിക്കും. എഴുത്തിന്റെ കാര്യത്തിൽ പുതിയ പുതിയ പരീക്ഷണങ്ങൾ ചെയ്യാൻ എഴുത്തുകാരെ സമ്മതിപ്പിക്കുന്ന അല്ലെങ്കിൽ എഴുത്തുകാരെ കൊണ്ട് ചിന്തിപ്പിക്കുന്ന ഒരു കാരണം അതായിരിക്കാം. പിന്നെ അവനവൻ എഴുതുന്ന പുസ്തകത്തിന്റെ ഗുണമേന്മ എന്ന് പറയുന്നത് അവനവൻ ഒരിക്കലും തരാൻ പറ്റുന്നതല്ല. കാരണം ഓരോ വായനയും വ്യത്യസ്തമാണ്, ഓരോ വായനക്കാരും വ്യത്യസ്തമാണ്. അത് എഴുത്തുകാരൻ എങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഒരു മിനിമം ഗ്യാരണ്ടിയിൽ ഭാഷയിലാണെങ്കിലും ശൈലിയിലാണെങ്കിലും പുതിയ പുതിയ രീതികൾ കൊണ്ടുവരുന്നതാണെങ്കിലും അപ്ഡേറ്റഡ് ആവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പം എന്റെ കാര്യം വ്യക്തിപരമായിട്ട് എനിക്കിപ്പോ ഉറപ്പോടെ പറയാൻ പറ്റുന്നത് എന്റെ കാര്യം മാത്രമാണല്ലോ. അപ്പൊ ഞാൻ എഴുത്തിൽ ചിന്തിക്കുന്ന പുതിയ കാല എഴുത്തിൽ, അതായത് പഴയ എഴുത്തുകളുടെ അല്ല, ഇപ്പോ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, എന്റെ പുസ്തകങ്ങൾ വായിക്കുന്ന ഒരാൾക്ക് അതിൽ നിന്ന് എന്തെങ്കിലും ഗുണമുണ്ടാവണം. കാരണം എന്നിലെ വായനക്കാരി ആഗ്രഹിക്കുന്ന ഒരു കാര്യം അതാണ്. ഞാനൊരു പുസ്തകം വായിക്കുമ്പോൾ എനിക്ക് അതിനകത്ത് നിന്ന് ഒന്നില്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ടാവണം. അതല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ അപ്പോഴത്തെ മൂഡിനെ, ഞാൻ എന്തെങ്കിലും ഒരു വിഷമത്തിലാണ്, മറ്റെന്തെങ്കിലും സ്ട്രെസ്ഡ് ആണ് ലൈഫിൽ നിന്നുണ്ടെങ്കിൽ ആ മൂഡിനെ ചേഞ്ച് ചെയ്യുന്നതായിരിക്കണം. അതല്ല എന്നുണ്ടെങ്കിൽ, ഇത് രണ്ടും അല്ലെന്നുണ്ടെങ്കിൽ ഭാവിയിലേക്ക് എനിക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു തീരുമാനം എടുക്കാൻ തക്ക ഒരു എന്തെങ്കിലും ഒന്ന്, നമ്മൾ പറയില്ല, എന്തോ ഒരു കാരണം തരുന്ന ഒരു കാര്യമായിരിക്കണം വായന എന്ന് പറയുന്നത്. ഇനി ഇതൊന്നും അല്ലാതെ വായിക്കുന്നവരുണ്ട്, ഞാൻ എൻ്റെ കാര്യമാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ എഴുതുന്ന പുസ്തകത്തിലും ഇൻഫർമേഷൻ കഴിവതും തെറ്റല്ലാത്ത, ഫാക്ച്വൽ എററുകൾ ഇല്ലാത്ത ഇൻഫർമേഷൻ ഉൾക്കൊള്ളിക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരാളുടെ മൂഡ് ചേഞ്ച് ചെയ്യിക്കുന്നത്. ഇപ്പം പണ്ടത്തെ അപേക്ഷിച്ച് ഭയങ്കരമായിട്ട് മെന്റൽ സ്ട്രെസ്സുകളും സ്ട്രെയിനുകളും, ആൾക്കാർക്ക് ക്ഷമയില്ലാതായി. ക്ഷമയുണ്ടെങ്കിൽ തന്നെ ആൾക്കാർ അതിനെ എങ്ങനെ ഒരു പ്രശ്നത്തെ അഭിമുഖീകരിക്കണം എന്നറിയാതെ ഷോർട്ട് ടെമ്പേർഡ് ആയിട്ട് ജീവിക്കുന്നുണ്ട് കുറെ. ഇപ്പം ആ ഒരു കോവിഡ് സമയം കഴിഞ്ഞതിന്റെ ആണോ എന്നറിയില്ല, ഭയങ്കരമായിട്ട് ആൾക്കാരുടെ സ്വഭാവം മാറി. ജീവിതത്തെ വളരെ പോസിറ്റീവായിട്ട് കാണുന്നതിനൊപ്പം തന്നെ ഈസി ആയിട്ട് മാനിപ്പുലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് സമ്മർദ്ദം കൊണ്ട്, സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട്. അപ്പൊ ആ ഒരു മൂഡ്, പ്രസന്റിൽ ജീവിക്കുക എന്നുള്ള അവസ്ഥ ആൾക്കാർ അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ജീവിക്കുന്ന ആൾക്കാർക്ക് എന്റെ പുസ്തകം വായിക്കുമ്പോൾ ഉറപ്പായിട്ടും അതൊരു എന്റർടൈനിങ് ആയിട്ട് നിൽക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് ഞാൻ എഴുതുന്നത്. ഇനി മറ്റൊന്ന്, ഞാൻ ഇതുവരെ എഴുതിയിട്ടുള്ള കാര്യങ്ങളുടെ പറയാം. ആദ്യത്തെ നോവലുകൾ വായിച്ചിട്ടുള്ളവർക്കറിയാം, അതിനകത്ത് എൻ്റെ ഭാഷ വളരെ, എനിക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ഇല്ലാത്തൊരു ഭാഷയായിരുന്നു. പക്ഷെ ഒരു വളരെ ലളിതമായിട്ട് ഒരു പക്ക എന്റർടൈനർ എന്നുള്ള രീതിക്ക് മാത്രമാണ് അത് എഴുതിയത്. അത് ഒരേപോലെ തന്നെ പോസിറ്റീവും നെഗറ്റീവും ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഞാൻ കേട്ടിട്ടുമുണ്ട്. ഇപ്പൊ പുതിയതായിട്ട് ഇറങ്ങിയ നോവൽ എന്ന് പറയുന്നത് മെറ്റാഫിക്ഷൻ ജനീറാണ്. മെറ്റാഫിക്ഷൻ ജനീർ നിങ്ങൾ പല ആൾക്കാർക്കും അറിയായിരിക്കും. നമ്മൾ എഴുതുന്ന ആള് തന്നെ അതിനകത്ത് ഒരു കഥാപാത്രമാവുക, അവരുടെ ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ചുറ്റുപാടില് അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഭാവനാ സംബന്ധി ആയിട്ടുള്ള ഒരു കാര്യത്തെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യുക, ആ പ്ലേസിനെ കഴിവതും വിശ്വസനീയമായ രീതിക്ക് പ്രസന്റ് ചെയ്യുക. ഇത്രയാണ് ആ ഒരു മെറ്റാഫിക്ഷൻ. അതൊരു പരീക്ഷണാർത്ഥം എഴുതപ്പെട്ട ഒരു നോവലായിരുന്നു. അത് ആസ് എ റൈറ്റർ ഞാൻ എടുത്ത ഒരു പരീക്ഷണമാണ്. അതുപോലെ പരീക്ഷണങ്ങൾ എടുക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പോ ആ പരീക്ഷണങ്ങളുടെ ഭാഗമായിട്ട് തന്നെ വന്നതാണ് ബെന്യാമിൻ സാറിന്റെ തരകൻസ് ഗ്രന്ഥവലി എന്ന് പറയുന്ന പുസ്തകം. ആ തരകൻസ് ഗ്രന്ഥവലി എന്ന് പറഞ്ഞ പുസ്തകം ഏത് ഓർഡറിൽ നിന്ന് വായിച്ചു കഴിഞ്ഞാലും ആ ഓർഡർ, അതിൽ കറക്റ്റ് ഫ്ലോയിൽ വായിക്കാൻ പറ്റും. അതൊരു റീഡറുടെ പുസ്തകമായി മാറുന്നത് അപ്പോഴാണ്. അങ്ങനെയാണ് പുസ്തകം. ഞാൻ പറയുന്ന എല്ലാ പുസ്തകവും അങ്ങനെ എഴുതണമെന്നല്ല, ഇറ്റ്സ് എൻ എക്സ്പെരിമെന്റ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതേപോലെ തന്നെ പുതിയ കാലത്താണെന്നുണ്ടെങ്കിലും ഏത് വായനയിലാണെങ്കിലും ലിറ്ററേച്ചർ, സാഹിത്യം ഇഷ്ടപ്പെടുന്ന ആൾക്കാർ വായിക്കുന്ന കുറേയേറെ പുസ്തകങ്ങളുണ്ട്. അതിൽ വായിച്ചിരിക്കണം എന്ന് എനിക്ക് തോന്നിയിട്ടുള്ള പുസ്തകങ്ങൾ, ഒന്ന് നിങ്ങൾ എല്ലാവരും വായിച്ചിട്ടുണ്ടാവും, ശ്രീമതി ഷീല ടോമിയുടെ വല്ലി എന്ന് പറയുന്ന പുസ്തകം.
അത് ഒരു ലോക സാഹിത്യത്തിലേക്ക് തന്നെ സ്റ്റെപ്പിംഗ് സ്റ്റോണായി മാറിയ ഒരു പുസ്തകമാണ്. അപ്പോ അതിനുശേഷം വന്ന ആ നദിയോട് പേര് ചോദിക്കട്ടെ ആയിക്കോട്ടെ, അതാണെങ്കിലും വളരെ എന്താ പറയണ്ടേ, സബ്റ്റിലായിട്ടൊരു എന്താ പറയണ്ടേ, നന്നായിട്ട് ക്രാഫ്റ്റിലും അതേപോലെ ഭാഷയിലും കണ്ടന്റിലും നമ്മളാരും നമുക്കിടയ്ക്ക് തന്നെയുണ്ട്, എന്നാൽ നമ്മൾ കണ്ടിട്ടും ഇല്ലാത്ത തരം ജീവിതങ്ങൾ പറഞ്ഞിട്ടുള്ള രീതിയിൽ എഴുതപ്പെട്ട പ്രകൃതിയെ പറ്റി പറയുന്ന നോവലാണ് വല്ലിയെങ്കിൽ. ഇതിൽ നിന്ന് നേരെ ഡിഫറെന്റ് ആയിട്ട് നമുക്ക് തൊട്ടടുത്തുണ്ട്, പക്ഷെ പല ആൾക്കാരും പറയാൻ മടിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞ പുസ്തകമാണ്. അതേപോലെ തന്നെയാണ് ജിസ ജോസിന്റെ മുദ്രിത എന്ന് പറയുന്ന പുസ്തകം. അതൊരു ക്രൈം അല്ലെങ്കിൽ ഒരു ത്രില്ലർ മോഡിൽ വായിക്കാൻ പറ്റും, പക്ഷെ എന്നാൽ അത് ത്രില്ലർ ആ ഒരു കാറ്റഗറിയും ആ ഒരു ജനറും അല്ലാത്തൊരു പുസ്തകമാണ്. ഇതുപോലെ ഞാൻ ഇത്രയും രണ്ടുപേരെയും പറഞ്ഞത് പർട്ടിക്കുലർലി സ്ത്രീകളുടെ പുസ്തകങ്ങൾ തന്നെ എടുത്തു തന്നെ പറഞ്ഞതാണ് ഞാൻ. എന്ന് വെച്ച് ബാക്കിയുള്ള പുസ്തകങ്ങൾ മോശമാണെന്നല്ല, ഞാൻ എന്റെ പേഴ്സണൽ ചോയ്സുകളാണ് ഞാൻ ഈ പറയുന്നത്. പുതുകാലത്തെ വായന എന്ന് പറയുമ്പോൾ ഇതൊക്കെ ഇറങ്ങുന്നത് ഒരു 5 വർഷം ഗ്യാപ്പിലാണ്. ഈ 5 വർഷം എന്ന് പറയുന്നത് നമുക്ക് പുതുകാലം തന്നെയാണല്ലോ. ഈ സമയത്തെ വായനയും എഴുത്തും വ്യത്യസ്തമാവുന്നത് ഈ മുദ്രിതയും വല്ലിയും ആ നദിയോട് പേര് ചോദിക്കട്ടെയും ഒക്കെ ഇറങ്ങുന്ന സമയത്ത് തന്നെയാണ് തരകൻ സ്കന്ധവരി ഇറങ്ങുന്നത്. തരകൻ സ്കന്ധവരിയുടെ ക്രാഫ്റ്റിലാണ് വ്യത്യാസം എന്നുണ്ടെങ്കിൽ കണ്ടന്റിൽ വ്യത്യാസം കൊണ്ടുവന്ന പുസ്തകമാണ് വല്ലി എന്ന് പറയുന്ന പുസ്തകം. ഇനി ഇതൊന്നും അല്ലാതെ കവിതകൾ എടുത്താൽ തന്നെ വിഷ്ണുപ്രസാദ് മാഷിന്റെ നൃത്തശാല എന്ന് പറയുന്ന പുസ്തകം നിങ്ങളിൽ എത്ര പേര് ആ കവിത കേട്ടിട്ടുണ്ടോ വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കവിതയിലെ രാജാവാണ് അദ്ദേഹം. കാരണം ഇപ്പൊ ഉള്ള കവികളില് എനിക്ക് ഏറ്റവും കൂടുതൽ ആരാധന തോന്നിയിട്ടുള്ള ഒരു പോയറ്റ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വിഷ്ണുപ്രസാദ് സാർ തന്നെയാണ്. അദ്ദേഹത്തിന്റെ നൃത്തശാല, അതുപോലെ ഇപ്പൊ പുതിയ പുസ്തകം വരുന്നുണ്ട് അദ്ദേഹത്തിന്റെ. കവിതകളിലെ രാജാവാണ് അദ്ദേഹം. അപ്പൊ കവിതകളിലും ഭയങ്കര മാറ്റങ്ങൾ. ഇപ്പൊ ചൊൽക്കവിതകളിൽ നിന്ന് ക്രാഫ്റ്റ് മാറി ഗദ്യ കവിതകളിലേക്ക് വന്നു. ഇപ്പൊ ഗദ്യ കവിതകളിനകത്ത് തന്നെ ഗദ്യമാണെന്ന് നമുക്ക് തോന്നും, പക്ഷെ അതും ഒരു താളത്തിൽ ചൊല്ലാൻ പറ്റുന്ന രീതിയിലാണ് കവിതകൾ എഴുതുന്നത്. പിന്നെ നമ്മുടെ ചുറ്റും കാണുന്ന എന്തിനെ പറ്റിയിട്ടും എഴുതാന്നുള്ള അവസ്ഥയായി. പണ്ട് വീണ പൂവിനെയും അല്ലെങ്കിൽ കുമാരനാശാന്റെ കവിതകളാണെന്നുണ്ടെങ്കിലും ചങ്ങമ്പുഴയുടെ കവിതകളാണെന്നുണ്ടെങ്കിലും ഒക്കെ അവർക്ക് ചുറ്റും കാണുന്ന ജീവിതങ്ങൾ പകർത്തിയപ്പോ ഇപ്പോ OCD വരെ കവിതയായിട്ടുണ്ട്. അപ്പം ഞാൻ പറയുന്നത് പുതിയ കാലത്തെ എഴുത്ത് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അത് എഴുത്തുകാരുടെ തീരുമാനമാണ്. പുതിയ കാലത്ത് ഞാൻ എഴുത്തുകാരുടെ തീരുമാനം എന്ന് പറയുമ്പോൾ വിചാരിക്കും എല്ലാ എഴുത്തുകാരുടെ തീരുമാനമാണല്ലേ എന്ന്. എന്നല്ല. കാരണം ചില എഴുത്തുകാരെങ്കിലും പുതിയ രീതിക്ക് എഴുതാൻ ഭയപ്പെടുന്നുണ്ട്. സ്വീകാര്യതയെ ഭയന്നിട്ടോ ക്രിറ്റിസിസത്തെ ഭയന്നിട്ടോ, അതൊന്നും അല്ലെന്നുണ്ടെങ്കിൽ വിൽപ്പനയെ ഭയന്നിട്ടോ. തീർച്ചയായിട്ടും വിൽപ്പന ഒരു ഫാക്ടർ തന്നെയാണ്. വിൽപ്പനയെ ഭയന്നിട്ടോ ഒക്കെ അങ്ങനെ ചെയ്യുന്നവരുണ്ടാവും. അപ്പോ ജനറലി പറയുകയാണെങ്കിൽ പുതിയ കാലത്തെ എഴുത്തായാലും വായനയായാലും അൺപ്രെഡിക്റ്റബിൾ ആണ്. ഇത്രയാണ് എനിക്ക് ഇതിനെ പറ്റിയിട്ട് ഒരു സമ്മറി എന്നുള്ള നിലയ്ക്ക് പറയാൻ പറ്റുന്നത്. ഇനി നമ്മൾക്ക് കൂടുതലായിട്ട് നമുക്കൊരു ഇന്ററാക്റ്റീവ് സെഷനായിട്ട് മുന്നോട്ട് പോകാന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രവീൺ ഉണ്ടല്ലോ അല്ലേ ഇവിടെ? സോറി, ജെറ്റ്ലി മറിയം. ഓക്കെ. പുത്തനെഴുത്തും പുതുവായനയും എന്ന വിഷയത്തിൽ നല്ലൊരു സെഷൻ എടുത്ത ശ്രീമതി മായ കിരണിനോടുള്ള സന്തോഷം അറിയിക്കുന്നു. അടുത്തതായി നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കുവാനും ആശയങ്ങൾ പങ്കിടുവാനുമുള്ള സമയമാണ്. അതിനായി ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ആർക്കും ഇല്ലേ ചോദ്യം? നമസ്കാരം മാം. നമസ്കാരം ദേവേഷ്. നമസ്കാരം മാം, എൻ്റെ പേര് ദേവേഷ് എന്നാണ്. മാം, എനിക്ക് അപ്പാർട്ട് ഫ്രം ദാറ്റ് എനിക്ക് ചോദിക്കാനുള്ളത്, മാം അങ്ങയുടെ എഴുത്തുകളിൽ പ്രത്യേകിച്ചും ത്രില്ലേഴ്സുകളിലൊക്കെ നാട്ടിൻപുറത്തെ അന്ധവിശ്വാസങ്ങളും ആചാരങ്ങളും കൂടുതലായി ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടോ? ഇത് പുതുതലമുറയിൽ സ്വാധീനം ചെലുത്താൻ സാധിക്കുന്ന തരത്തിലുള്ള ഒന്നാണോ? ഓക്കെ. എന്റെ ഒരു പുസ്തകത്തിൽ മാത്രമാണ് ഒരു നാട്ടിൻപുറത്തെ കാര്യങ്ങൾ, മാന്ത്രിക നോവൽ എഴുതുന്നതിൽ ആണ് ഒരു നാട്ടിൻപുറത്തെ വിശ്വാസങ്ങളെന്നോ അന്ധവിശ്വാസങ്ങളെന്നോ അല്ലെങ്കിൽ അപരവിശ്വാസങ്ങളെന്നോ പറയാൻ പറ്റുന്ന കാര്യം വന്നിട്ടുള്ളത്. പക്ഷെ അത് പുതിയ തലമുറയെ നമ്മളായിട്ട് പറഞ്ഞ് സ്വാധീനിപ്പിക്കുകയൊന്നും വേണ്ട. ഇപ്പോ ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ ഇലൂമിനാറ്റി എന്നൊരു കോൺസെപ്റ്റ് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ചോക്കെ. ഇത് നമ്മള് ഒരു പെർട്ടിക്കുലർ നമ്മൾ കേട്ടിട്ട് മാത്രം ഉണ്ടായിരുന്ന അല്ലെങ്കിൽ അങ്ങ് ദൂരെ എവിടെയോ ആണെന്ന് വിചാരിച്ചിരുന്ന ഒരു കാര്യത്തെ നമ്മുടെ തൊട്ടടുത്തുണ്ട്, നമുക്ക് ഇടയ്ക്കുള്ള ആൾക്കാരിലുണ്ട്, നമ്മൾ തമാശക്കാണെങ്കിലും പറയാൻ തുടങ്ങിയില്ല. അത്രേ ഉള്ളൂ. വായനയിലും അന്ധവിശ്വാസം സ്വാധീനിക്കാൻ സാധ്യതയില്ല. കാരണം
അന്ധവിശ്വാസം എന്ന് പറയുന്നതും വിശ്വാസം എന്ന് പറയുന്നതും അത് ഓരോരുത്തരുടെ ശൈലി, ജീവിത ശൈലിയാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിപ്പം ഇന്ന് മറ്റൊരു പ്രശ്നം വരുമ്പോ ഈ പറഞ്ഞ വിശ്വാസം സഹായത്തിൽ എത്തിയില്ലെങ്കിൽ അവര് നാളെ ഉറപ്പായിട്ടും അറ്റ്ലീസ്റ്റ് ഒരു 2 കൊല്ലത്തേക്കെങ്കിലും വിശ്വാസി അല്ലാതാവും എന്നാണ് ഇപ്പൊ കറന്റ് സിറ്റുവേഷൻ എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്റെ ഒത്തിരി സുഹൃത്തുക്കളായാലും എന്നോട് പരിചയമുള്ള ആൾക്കാരായാലും പലരും അങ്ങോട്ടും ഇങ്ങോട്ടും ഉൾട്ടാ കിടന്ന് കളിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, വായന കൊണ്ടൊന്നും ആരും അത്രയും ഭയങ്കര ചേഞ്ച് വരില്ല. പക്ഷേ സാപ്പിയൻസ് എന്ന് പറയുന്ന സീരീസ് സാപ്പിയൻസിന്റെ തന്നെ യുവാൻ നോവ ഹരാരിയുടെ ഏത് പുസ്തകങ്ങളാണെങ്കിലും അത് നമ്മളെ ഭയങ്കരമായിട്ട് സ്വാധീനിക്കാൻ സാധ്യതയുള്ള ഒരു സാധനമാണ്. അത് ഞാനിപ്പോ എന്റെ പുസ്തകമൊന്നും അങ്ങനെ സാധ്യതയുണ്ടെന്ന് ഞാൻ പറയില്ല. പക്ഷെ യുവാൻ നോവ ഹരാരിയുടെ പുസ്തകം നമ്മൾ വായിച്ചാല് നമുക്ക് മനസ്സിലാവും, ചേട്ടാ നമ്മളെ ഇപ്പൊ നമ്മൾ ചിന്തിക്കുന്ന അന്ധവിശ്വാസം ആയിക്കോട്ടെ, വിശ്വാസം ആയിക്കോട്ടെ, പക്ഷെ അഡാപ്റ്റേഷൻ അല്ലെങ്കിൽ ഒരു എന്താ പറയാ എവല്യൂഷൻ നടന്നത് ഇങ്ങനെയാണല്ലോ. ഇതിലെന്താണ് മറ്റേ പറഞ്ഞ നമ്മൾ ഈ വിശ്വസിക്കുന്ന ഒരു തലത്തിന്റെ ഇൻഫ്ലുവൻസ് എന്താണെന്ന് ഓർക്കും. അത് ഈ പറഞ്ഞ പോലെ പുസ്തകങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടോ എന്ന് ജനറൽ ടോപ്പിക് ആണെങ്കിൽ ഉണ്ടെന്ന് ഞാൻ പറയും. പക്ഷെ എന്റെ പുസ്തകങ്ങൾ അന്ധവിശ്വാസം വളർത്താൻ സാധ്യത ഇല്ല കേട്ടോ. കാരണം ഒരു പുസ്തകത്തിലെ ഞാനത് എഴുതിയിട്ടുള്ളൂ. രണ്ടാമതുള്ള പുസ്തകം എന്ന് പറയും പിന്നീടുള്ള പുസ്തകമൊക്കെ ക്രൈം ത്രില്ലേഴ്സ് ഒക്കെ. അത്രേ ഉള്ളൂ. താങ്ക് യു. നമസ്കാരം മാം. നമസ്കാരം ജോബ്. എന്റെ പേര് ജോബ് എന്നാണ്. ഞാൻ KCT-യിലെ വിദ്യാർത്ഥിയാണ്. എന്റെ ചോദ്യം എന്ന് പറയുന്നത്, നമ്മൾ ഈ ആണെങ്കിലും അതുപോലെയുള്ള സയന്റിഫിക് ഫിക്ഷൻ വരുന്ന സിനിമ എഴുത്തുകളാണെങ്കിലും ഒരുപാട് വർക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ഈ എഴുത്തിനേക്കാൾ കൂടുതൽ സയന്റിഫിക് ആയിട്ടുള്ള പഠിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ഇപ്പം ബി ഉമാദത്തിന്റെ സർജനായിട്ടുള്ള ബി ഉമാദത്തിന്റെ കപാലമുള്ള എഴുത്തുകളിൽ അതിന്റെ കൂടെ തന്നെ സയന്റിഫിക് ആയിട്ടുള്ള കുറെ കാര്യങ്ങളൂടെ നമുക്ക് പകർന്നു വരുന്നത്. അപ്പോൾ അതിന്റെ എഴുത്തിന് ഈ ബാക്കിലുള്ള കാര്യങ്ങൾ പഠിക്കുന്നതും ഈ സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ അതൊക്കെ ഒന്ന് അറിഞ്ഞാൽ കൊള്ളാം. അത് നമ്മളിപ്പം സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു എഴുതണം എന്ന ആഗ്രഹമുള്ള ഒരാളാണ്. അങ്ങനെ അല്ലെങ്കിൽ എഴുതണമെന്നോ നമ്മൾ ഇപ്പോൾ മൂവി ചെയ്യണമെന്നോ ഒരു ഷോർട്ട് ഫിലിം ചെയ്യണമെന്നോ ഒക്കെ വിചാരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ആദ്യം വേണ്ടത് ഇന്ന് എഴുതാനിരുന്നിട്ട് അതിന്റെ തൊട്ട് തലേ ദിവസം പോയിട്ട് റിസർച്ച് ചെയ്ത് തുടങ്ങിയിട്ട് ഒരു കാര്യമില്ല. ഏറ്റവും മിനിമം ഒരു 6 മാസമെങ്കിലും, ഞാൻ 6 മാസം വളരെ ചുരുങ്ങിയ കാലയളവാണ് എങ്കിലും ഞാൻ പറയണം, ഒരു 6 മാസമെങ്കിലും നമ്മുടെ പാഷൻ എന്താണ് എന്നുള്ളതിനെ നമ്മളൊന്ന് ഫോളോ ചെയ്ത് കൊണ്ടുവരിക. ഉറപ്പായിട്ടും ഈ ഫോളോ ചെയ്യാന്ന് ഞാൻ പറയുന്നത് കൃത്യമായിട്ട്, ഇപ്പം എന്റെ കാര്യത്തിൽ ഞാൻ പറയാം, ഞാൻ പ്ലാനറ്റ് 9 എന്ന് പറയുന്ന സയൻസ് ഫിക്ഷൻ എഴുതിയത് വായിച്ചിട്ടുള്ള ആൾക്കാർ ഉണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും. അതിനകത്ത് കുറെ കാര്യങ്ങൾ കൊണ്ടുവന്നത് നമ്മുടെ ചുറ്റും നടന്ന കാര്യങ്ങൾ തന്നെയാണ്. അതായത് ചുറ്റും നടന്ന കാര്യങ്ങൾ, റിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളെയാണ് ഞാൻ അതിനകത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ളത്. ഞാനിത് പറയുന്നത് അയ്യോ എന്റെ തല ഫുൾ ഫിഗർ എന്നുള്ള സ്റ്റൈലല്ല, എനിക്ക് ഏറ്റവും എക്സാമ്പിൾ പറയാൻ പറ്റുന്ന എന്റെ വർക്ക് ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോ എന്റെ അത് ഞാൻ ഒരു 2 കൊല്ലമെങ്കിലും, 2 കൊല്ലം മിനിമം 2 കൊല്ലം, ഒരു 17-18 സമയം തൊട്ട് കൃത്യമായിട്ട് ആ ന്യൂസസ് ഫോളോ ചെയ്യായിരുന്നു. അത് മലയാളം മാത്രമല്ല, ഏറ്റവും കൂടുതൽ ഈ കോസ്മിക് അല്ലെങ്കിൽ കോസ്മോ സ്പേസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നത് നാസ, സ്പേസ് എക്സ്, അതുപോലെ തന്നെ കനേഡിയൻ സ്പേസ് ഏജൻസി, ഇതുപോലെയുള്ളവരുടെ പുതിയ പുതിയ ഇൻവെൻഷൻസ്, പുതിയ അവർ കൊണ്ടുവരാൻ പോകുന്ന മാറ്റങ്ങൾ, അവരുടെ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ എങ്ങനെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് പഠിച്ചിരുന്നു. ഒപ്പം തന്നെ അന്നൊന്നും എനിക്ക് കഥയുടെ ത്രെഡ് ഒന്നുമില്ല മനസ്സിൽ, ജസ്റ്റ് ഫോളോ ചെയ്തു. കാരണം അതെന്റെ ഇഷ്ടമായതുകൊണ്ട് ഫോളോ ചെയ്തു. ഇപ്പൊ ഉമാദത്തൻ സാറിന്റെ കാര്യം പറയുകയാണെങ്കിൽ സാറ് ഫോറൻസിക് സർജൻ ആയിരുന്നു. അപ്പം സാറിന്റെ പാഷൻ, സാറിന്റെ പ്രൊഫഷൻ രണ്ടും ഒന്ന് തന്നെ ആകുമ്പോൾ സാറിന് കുറെ കൂടെ എളുപ്പം ഉണ്ടാവും. പക്ഷെ വേറൊരു പ്രൊഫഷനിൽ നിന്നിട്ട്, ഫോർ എക്സാമ്പിൾ ഇപ്പൊ ജോബ് നാളെ ഒരു വർക്ക് ചെയ്യാൻ, ഇപ്പം ലിറ്ററൽ ആയാലും ഒരു മൂവി ആയാലും വാട്ടെവർ, ജോബിന് താല്പര്യം കൂടുതൽ ഒരു സയൻസ് ആണെന്നുണ്ടെങ്കിൽ, ഏത് ടൈപ്പ് സയൻസ് ആയിക്കോട്ടെ, ബയോളജി ആയിക്കോട്ടെ, ഇപ്പൊ പ്യുവർ മെഡിക്കൽ ഫീൽഡ് ആയിക്കോട്ടെ, അതല്ലെന്നുണ്ടെങ്കിൽ കോസ്മോ സയൻസ് ആയിക്കോട്ടെ, എന്ത് തന്നെ ആയാലും താല്പര്യം എന്താണോ അതിനെ ഒന്ന് പിന്തുടർന്ന് തുടങ്ങുമ്പോൾ ഉറപ്പായിട്ടും അതിലേക്ക് ത്രെഡ് തന്നെ വന്നോളും. ബാക്കി നമ്മൾ അതിനെ ആദ്യമേ നോക്കി വെച്ചേക്കുക, അവിടെ എന്തൊക്കെയാണ്, ചുമ്മാ ഒരു ഒബ്സർവർ ആവുക. ആദ്യം അതേ നമുക്ക് ചെയ്യാൻ പറ്റും. അല്ലാണ്ട് പിന്നെ ഉറപ്പായിട്ടും നമ്മൾ എഴുതി തുടങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ ആ വർക്കിന്റെ കാര്യത്തിൽ പുറകെ നടക്കുന്ന സമയത്ത് കുറേയേറെ സംശയങ്ങൾ മാത്രമായിരിക്കും. ഒരു 200 പേജിന്റെ ബുക്ക് ഞാൻ എടുത്തിട്ട് ഏകദേശം പകുതിയോളം അതിന്റെ ഞാൻ എഴുതിയ പ്ലാനറ്റ് 9ന്റെ സംശയങ്ങൾ ദൂരീകരിച്ച സംഭവങ്ങളായിരുന്നു. ഞാനത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എടുത്ത്. അതിനകത്ത്
ലോജിക്കൽ എറർ വരാമല്ലോ. അപ്പൊ നമ്മൾ ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയാണ്, ഒരു വാൽനക്ഷത്രം വരെയാണ്. ഈ വാൽനക്ഷത്രത്തിന്റെ സ്പീഡ് എത്രയാണ്? ഇപ്പൊ നമ്മുടെയൊക്കെ ഉത്തരങ്ങൾ വിരൽത്തുമ്പിലുണ്ട്. പക്ഷെ ഈ ഗൂഗിളിൽ കിട്ടുന്ന എല്ലാം ശരിയല്ല കേട്ടോ, ഉറപ്പുള്ള കാര്യമാണ്, എല്ലാം ശരിയൊന്നുമല്ല. നമ്മൾ അത് ഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് പോയി, ഒരു സോഴ്സിൽ പോയിട്ട് അത് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം എടുക്കുക, എന്നിട്ടേ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യാവുള്ളൂ എന്ന് എൻ്റെ ഒരു ഉറപ്പായിട്ട്. ഫിക്ഷനാണ്, ഫിക്ഷനില് എന്തു ആവാം എന്ന് ഒക്കെ പറയും. ഇന്ദ്രപ്രസ്ഥം എന്ന് പറയുന്ന, ഞാനിത് പറഞ്ഞ മമ്മൂക്ക ഫാൻസ് ക്ഷമിക്കണം, എന്നാലും ഇന്ദ്രപ്രസ്ഥം എന്ന് പറഞ്ഞ മൂവിയിൽ നാസയ്ക്ക് വേണ്ടി അഡോബ് എടുത്തു എന്ന് പറഞ്ഞ എത്ര ട്രോള് വന്നിട്ടുണ്ട്. അത് ആ കാലഘട്ടത്തിൽ നമുക്കുള്ള സോഴ്സ് അന്നത്തെ ആൾക്കാർക്ക് ഇല്ലാത്തതുകൊണ്ടാണ്. ഇപ്പോഴല്ലേ അതിനെപ്പറ്റി ട്രോള് വന്നത്. നമ്മളൊക്കെ ഇപ്പം ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ അത് കാണുമ്പോഴത്തേക്കും ഷെടാ സംഭവം കൊള്ളാലോ എന്ന് ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ ഇനി മുന്നോട്ട് വരുന്ന തലമുറകള് ഇപ്പം നമ്മൾ എഴുതുന്ന പുസ്തകങ്ങൾ വായിക്കുമ്പോൾ എറർ ഫ്രീ ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ തലേദിവസം പോയിട്ട് റിസർച്ച് ചെയ്തിട്ട് കാര്യമില്ല. മിനിമം 6 മാസം തൊട്ട് നമ്മൾ ചെയ്തു തുടങ്ങി എപ്പോഴാണോ നമുക്ക് കോൺഫിഡന്റ് ആവുന്നത്, നമ്മൾ കോൺഫിഡന്റ് ആവുന്നത് അപ്പോൾ എഴുതുക. അതാണ് എനിക്ക് ആ ജോബിന്റെ ആ ചോദ്യത്തിന്റെ ഉത്തരം എനിക്ക് പറയാനുള്ളത്. താങ്ക് യു. എന്റെ പേര് ഹരിപ്രിയ, KUCT-ലെ ഒരു വിദ്യാർത്ഥിനിയാണ്. എഴുത്തിൽ അല്ലെങ്കിൽ സാഹിത്യത്തില് കാലം മാറുന്നതിനനുസരിച്ച് എന്തെങ്കിലും മാറ്റം കൊണ്ടുവരണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും അങ്ങനെ കൊണ്ടുവരണം? എന്താ പറയാ, എല്ലാരും പറയില്ലേ മാറ്റം എന്ന് പറയുന്നത് ഒരാളിൽ നിന്ന് തുടങ്ങിയാൽ അത് കാലം ചെല്ലുമ്പോൾ മാറിക്കോളൂ എന്നൊക്കെ പറയെങ്കിലും, ഈ ഒരു ചോദ്യത്തിന് ഉത്തരം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ വ്യക്തിപരമായ ഉത്തരം ആഗ്രഹം ഞാൻ പറയാം. മൊത്തം മാറ്റം കൊണ്ടുവരണമെന്ന് ഞാൻ പറയില്ല, ഞാൻ ആഗ്രഹിച്ചിട്ടില്ല, കാരണം അത് പോസിബിളും അല്ല. പക്ഷേ എന്റെ എഴുത്ത്, ഇപ്പൊ ഞാൻ എഴുതുന്ന ഒരു കാര്യം കുറെ വർഷങ്ങൾക്ക് ശേഷമെങ്കിലും എടുത്ത് വായിക്കുമ്പോൾ ആരും ചേട്ടാ ഈ തള്ള ഇതെന്താ എഴുതിയിരിക്കുന്നത് എന്ന് പറയരുത്. കാരണം സ്വാഭാവികമാണ്, ഞാൻ ഇങ്ങനെ പറയുന്നത് ശരിയാണ്, ഇവരെന്ത് മണ്ടത്തരമാണ് എഴുതിയിരിക്കുന്നതെന്ന് പറയരുത്, ഇവർക്ക് കുറച്ചും കൂടി വൃത്തിയായിട്ട് എഴുതാമായിരുന്നില്ലേ എന്ന് പറയരുത് എന്നുള്ള ഒരു ആഗ്രഹം വെച്ചിട്ടാണ് ഞാൻ ഉറപ്പായിട്ടും എഴുതാനിരിക്കുന്നത്. കാരണം പൊതുവെ ഞാൻ നേരിട്ട് പ്രധാന ഒരു പ്രശ്നമുണ്ട് കേട്ടോ. ഈ പ്ലാനറ്റ് 9 ഞാൻ എഴുതി അതിന്റെ ഒരു ഫസ്റ്റ് എഡിഷൻ പുറത്തു വന്ന സമയത്തൊക്കെ ഭയങ്കരമായിട്ട് ഒരു മുൻധാരണയോടെ തന്നെ എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഒരു സ്ത്രീ സയൻസ് ഫിക്ഷൻ എഴുതിയാൽ ശരിയാവോ, അതിൽ എന്തൊക്കെ ഉണ്ടാവും എന്ന് അറിയാം, നിങ്ങളൊക്കെ ആക്റ്റീവായിട്ട് പുറത്തിറങ്ങി ഉണ്ടാക്കുന്ന ആക്സിഡന്റുകൾ കണ്ടിട്ടുള്ളതാണ്, എന്നോട് നേരിട്ട് തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോ അതാണ് കാഴ്ചപ്പാട് എന്ന് പറയുന്നത് പല ആൾക്കാരുടെയും. അപ്പോ കുറെ നാൾക്ക് ശേഷം അതിനകത്ത് ഏത് കുട്ടി 16 വയസ്സുള്ള കുട്ടികൾക്ക് മുകളിലേക്ക് വായിക്കാൻ പറ്റും, ഒരു കുഴപ്പമില്ല, അതിനകത്ത് വേറെ ഒരു റെസ്ട്രിക്ഷൻ വെക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോ അവരാരെങ്കിലും ആണെങ്കിലും വായിക്കുമ്പോൾ അതിനകത്ത് ഫാക്ച്വൽ എറർ ഉണ്ടാവരുത്. പിന്നെ ഈ ഒരു രീതി കൊണ്ട് മാറ്റം ഉണ്ടാവണോ എന്നുള്ള ഹരിപ്രിയയുടെ ചോദ്യത്തിന്, മലയാള സാഹിത്യത്തിൽ ഒത്തിരി അങ്ങ് ആഘോഷിക്കപ്പെടാതെ പോയൊരു മേഖലയാണ് ഈ പറയുന്ന സയൻസ് ഫിക്ഷൻ എന്ന് പറയുന്നത്. സയൻസ് ഫിക്ഷൻ ഉണ്ടായിട്ടുണ്ട്, ഇല്ലെന്നല്ല. പിതൃയാനം എന്ന് പറയുന്നത് ഒരു സയൻസ് ഫിക്ഷൻ നോവലാണ്. പിന്നെ നാഗവള്ളി RS കുറുപ്പ് സാറിന്റെ ഒരു ബുക്കിന്റെ പേര് ഞാൻ മറന്നു, അദ്ദേഹം എഴുതിയിട്ടുണ്ട് സയൻസ് ഫിക്ഷൻ. പക്ഷെ എന്നാലും നമ്മുടെ കൺമുന്നിൽ കാണുന്ന രീതിക്ക് ഒരു സയൻസ് ഫിക്ഷൻ വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ എന്റെ മനസ്സില് ചേടാ എന്നാ പിന്നെ ഇതിലേക്കൊന്ന് കാലെടുത്ത് വെച്ചാൽ എന്താണ്, ഇതിൽ എഴുതിയാൽ എന്ത് സംഭവിക്കും എന്ന് അറിയണം എന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എഴുതിയതാണ്. പക്ഷെ അവിടെ നേരിട്ട പ്രധാന വെല്ലുവിളി എന്ന് പറയുന്നത്, എനിക്ക് ഇപ്പം ഏത് തരം പുസ്തകങ്ങളായാലും നമുക്ക് മുന്നിൽ ഒരു റെഫറൻസ് ഉണ്ടാവും, ഇന്ന സാധനം ആ വർക്കാണ്, അപ്പം അതൊന്ന് ജസ്റ്റ് നോക്കിയാൽ എങ്ങനെയൊക്കെയാണ് ഇതിന്റെ പോക്കെന്ന് മനസ്സിലാവുമല്ലോ എന്ന് എപ്പോഴെങ്കിലും നമ്മുടെ വായനയിൽ എപ്പോഴെങ്കിലും കിടന്നതാണെങ്കിലും മതി. പക്ഷെ അങ്ങനെ ഒന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. ഇനി അടുത്ത കാര്യം, മാറ്റങ്ങൾ കൊണ്ടുവരണം നമുക്ക് ആഗ്രഹം ഉണ്ടാവും, പക്ഷെ ഈ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നതിനെയാണ് പരീക്ഷണം എന്ന് പറയുന്നത്. പരീക്ഷിക്കുന്ന ഒരുപാട് എഴുത്തുകാരുണ്ട്. ഞാൻ മാത്രം വിചാരിച്ചാല് ഒരു മാറ്റവും വരാൻ പോകുന്നില്ല എന്നാണ് എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നിയിട്ടുള്ളത്. താങ്ക്സ് ഹരിപ്രിയ. താങ്ക് യു മാഡം. ഹലോ മാം. ഹായ് ജ്യോതി. മാം, ഞാൻ മാമിന്റെ ബുക്ക് ഇതുവരെ ഒന്നും വായിച്ചിട്ടില്ല, സോറി ഫോർ ദാറ്റ്. മാം, ഞാൻ പക്ഷെ മാമിന്റെ ബുക്സ് ഏതൊക്കെയാണെന്ന് ഞാനൊന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതില് ദ ബ്രെയിൻ ഗെയിം എന്നൊരു ബുക്ക്, ആ പേര് എന്നെ ഒന്ന് അതിനെ നോട്ട് ചെയ്ത് എന്റെ കണ്ണിൽ ഉടക്കിയതാണ്. അപ്പം അതിനെ ഞാൻ നോക്കിയപ്പോ അതിലെ ഡിസ്ക്രിപ്ഷൻ ഞാൻ കണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ കേന്ദ്ര കഥാപാത്രം അസാമാന്യ ബുദ്ധിശക്തിയും
അല്ലെങ്കിൽ അത് ട്വിസ്റ്റ് അതൊക്കെ ഉള്ളതാണ്. അപ്പം ഏകദേശം എനിക്കത് വായിച്ചപ്പോൾ ആ ഡിസ്ക്രിപ്റ്റീവ് വായിച്ചപ്പം എനിക്ക് ഷെർലോക്ക് ഹോംസിനെ ഓർമ്മ വന്നേ. അതായത് ഒരു കണക്ഷൻ തോന്നി എനിക്ക്. അപ്പം മാമിന്റെ ഇങ്ങനത്തെ ത്രില്ലറിനൊക്കെ എഴുതാൻ മാമിനെ എന്താണ് പ്രേരിപ്പിക്കുന്നത്? ലൈക്ക് ഇങ്ങനെ ഒരു ത്രില്ലറിനോട് ഇഷ്ടം തോന്നാനൊക്കെ ഉള്ള ഒരു ഇതെങ്ങനെയാണ് മാം? ആദ്യം ജ്യോതി ചോദിച്ചതിലെ ഒരു കാര്യം എനിക്കൊരു തിരുത്തുണ്ട്. ഷെർലക് ഹോംസ് എന്ന് പറയുന്നത് അസാമാന്യ ബുദ്ധിശക്തിയുള്ള, എന്ത് കാര്യത്തിനും നിരീക്ഷണ പാഠമുള്ള ഒരു കുറ്റാന്വേഷകനാണ്. പക്ഷെ എന്റെ ബ്രെയിൻ ഗെയിം എന്ന് പറയുന്ന നോവലിലെ കഥാപാത്രത്തിന്റെ പേര് ഹർഷവർദ്ധനാണ്. അദ്ദേഹം ഒരു പോലീസുകാരനാണെന്നേ ഉള്ളൂ. സാധാരണ ആൾക്കാർക്ക് പറ്റുന്ന മണ്ടത്തരങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഫേസ് ചെയ്യുന്ന ഒരാളാണ്, അതൊന്ന്. പക്ഷെ എങ്കിലും കേന്ദ്ര കഥാപാത്രമായിട്ട് മറ്റുള്ളവരെക്കാൾ ബുദ്ധിയുള്ള ഒരാൾ തന്നെയാണ്. അപ്പോ ഇത് എഴുതാൻ ആഗ്രഹം തോന്നുന്നതെന്ന് പറഞ്ഞാല് സിംപ്ലി ഇഷ്ടം എന്നാണ്. നമ്മുടെ ഒരു ഞാൻ എല്ലാ ജനറും വായിക്കുന്ന ഒരാളായിരുന്നു. ഒരു 8ാം ക്ലാസ് തൊട്ട് ഞാൻ അത്യാവശ്യം നല്ലൊരു റീഡറായിരുന്നു. അപ്പം അന്നൊക്കെ എല്ലാം വായിക്കും. ഈവൻ മലയാളം മനോരമ 8ാം ക്ലാസ് ഒന്നും അല്ല കേട്ടോ, 4ലോ 5ലോ ഒന്ന് പഠിക്കുമ്പോഴാണ് മലയാളം മനോരമയിൽ നിറമാല എന്ന് പറയുന്ന ഒരു നോവൽ സീരിയലൈസ് ചെയ്യുന്നുണ്ട്. എനിക്ക് വായിച്ച ഒരു കുന്തോ മനസ്സിലാവില്ല. പക്ഷെ ആ സമയത്തും ആ നോവൽ, അതായത് മാധ്യമങ്ങളുടെ നോവൽ വരെ ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പോ ഇതൊക്കെ വായിച്ചിട്ടും എഴുത്തിലേക്ക് വന്നപ്പോ എന്തെഴുതണം എന്നുള്ള ചോദ്യത്തിന് എന്റെ മനസ്സിൽ തോന്നിയ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്, എന്താണോ എന്നെ ത്രില്ലടിപ്പിച്ചിട്ടുള്ളത്. ആ നോവലുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. ത്രില്ലർ ജനറിൽ വരുന്ന നോവലുകൾ വളരെ പെട്ടെന്ന് സാധാരണക്കാരായിട്ടുള്ള റീഡേഴ്സിലേക്ക് എത്തിച്ചേരും. സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് കടമ്പ. കാരണം ഏതൊരു മീഡിയ ആയിക്കോട്ടെ, ഏതൊരു മാധ്യമം ആയിക്കോട്ടെ, ഏതൊരു എന്താ പറയാ എന്റർടൈൻമെന്റ് മീഡിയം ആയിക്കോട്ടെ, ഇതൊക്കെ ആദ്യം ആസ്വദിക്കേണ്ടത് നമ്മളല്ലല്ലോ, വായനക്കാരല്ലേ. അപ്പൊ സാധാരണ വായനക്കാരെ തൃപ്തിപ്പെടുത്തുന്ന ഒരു സാധനം എഴുതുമ്പോൾ ഉറപ്പായിട്ടും നമുക്ക് ഫീഡ്ബാക്കുകൾ കിട്ടും. നമ്മുടെ കുറ്റങ്ങൾ എന്താണ്, കുറവുകൾ എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അപ്പൊ ആൾക്കാരിലേക്ക് എളുപ്പത്തിൽ എത്തുക എന്നുള്ള വഴിയായിട്ടാണ് ഞാൻ ആദ്യം ത്രില്ലറിനെ കൂട്ടുപിടിച്ചത്. പിന്നെ താല്പര്യം, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വായിക്കാൻ. ത്രില്ലറുകൾ വായിക്കാനും ഇഷ്ടമാണ്, ത്രില്ലർ സിനിമകൾ കാണാൻ ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ താല്പര്യമുള്ളതുകൊണ്ട് തന്നെയാണ് ത്രില്ലർ എഴുതിയത്. എന്ന് വെച്ചാൽ ലിറ്ററൽ ഫിക്ഷൻസ് ഞാൻ വായിക്കാറുണ്ട്, എഴുതാനും താല്പര്യമുണ്ട്. പക്ഷെ എന്തുകൊണ്ടോ കൂടുതൽ താല്പര്യം അതിനാണ്. പിന്നെ രണ്ടാമത്തെ മറ്റൊരു പ്രധാന റീസൺ ഉണ്ട് ഇതിന്റെയൊക്കെ പിന്നിൽ. ഞാനൊരു വർക്കിംഗ് വുമൺ എന്നുള്ളതിന് കൂടുതൽ ഞാനൊരു 2 കുട്ടികളുടെ അമ്മയാണ്. അപ്പൊ 10 വയസ്സേ ഉള്ളൂ മൂത്ത മോന്, ഇളയ കുട്ടിക്ക് 4 വയസ്സാണ്. അപ്പം ഈ ചെറിയ കുട്ടികളുടെ കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നതിനൊപ്പം, അറിയാലോ ഞാൻ പുറത്താണ് താമസിക്കുന്നത്. അപ്പം ബഹ്റൈനിൽ താമസിക്കുമ്പോൾ ഇമോഷണൽ കണ്ടന്റുകൾ എഴുതുമ്പോൾ എഴുത്തുകാർ ഫേസ് ചെയ്യുന്ന പ്രധാന ഒരു പ്രശ്നമുണ്ട്. മൂഡ് ചേഞ്ചും, എന്താണോ നമ്മൾ എഴുതുന്നത്, നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ഇത്, നമ്മൾ എഴുതുന്ന കാര്യം നമ്മളെ വല്ലാതെ ബാധിക്കും. അപ്പം ഒരു ലിറ്ററൽ ഫിക്ഷൻ അല്ലെങ്കിൽ ഒരു ഇമോഷണൽ ഡ്രാമ എഴുതുന്ന സമയത്ത് നമുക്ക് നന്നായിട്ട് നമ്മളെ അത് ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കും. ത്രില്ലർ എഴുതുമ്പോൾ എന്ന് വെച്ചാൽ, ഞാൻ കൊലപാതകം എഴുതുമ്പോൾ ഞാൻ കൊല്ലണം എന്ന് പറഞ്ഞ് നടക്കും, അങ്ങനെയല്ല. ത്രില്ലർ എഴുതുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ എൻജോയ് ചെയ്യാണ്. നമുക്ക് ഈ ലിറ്ററൽ ഫിക്ഷൻ എഴുതുന്ന അത്ര എഫേർട്ട് വേണ്ടി വരുന്നില്ല ത്രില്ലർ എഴുതാൻ, ഓണസ്റ്റ്ലി. പക്ഷെ കണ്ടന്റ്, ഫാക്ച്വൽ വെരിഫിക്കേഷൻ, അതുപോലുള്ള കാര്യങ്ങൾക്ക് സമയം വേണം. പക്ഷെ എങ്കിലും ഞാൻ പറയുന്നത് സെൽഫായിട്ട് എടുക്കുന്ന ഒരു ടെൻഷൻ, ഫ്രസ്ട്രേഷൻ ആവില്ല. ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആവും. ലിറ്ററൽ ഫിക്ഷൻ എക്സാമ്പിൾ പറഞ്ഞാൽ, പോയട്രി എഴുതുമ്പോൾ ഞാനിത് ഫേസ് ചെയ്തിട്ടുണ്ട്. പോയട്രി എഴുതുന്ന സമയത്ത് എഴുതി കഴിഞ്ഞാൽ ഭയങ്കര മൂഡ് ചേഞ്ച് ഉണ്ടാവുന്ന ഒരാളാണ് ഞാൻ, പോയട്രി എഴുതുമ്പോൾ. എന്നാൽ ലിറ്ററൽ ഫിക്ഷനിലും ഇമോഷണൽ കണ്ടന്റുകൾ എഴുതിയിട്ടുണ്ടെങ്കിൽ അന്ന് എനിക്ക് മനസ്സിലാവും. ഭയങ്കര, എല്ലാവർക്കും ഇങ്ങനെയാണെന്ന് അറിയില്ല, എന്റെ കാര്യം ഇങ്ങനെയാണ്. എനിക്ക് ത്രില്ലർ എഴുതുമ്പോൾ ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്, എനിക്ക് സന്തോഷമുണ്ട്. സന്തോഷത്തെക്കാൾ കൂടുതൽ അത് വായിച്ചിട്ട് ഒരു അഭിപ്രായം കേൾക്കാൻ കുറച്ചും കൂടി എളുപ്പമാണ്. ഓണസ്റ്റ് ആയിട്ടുള്ള എന്റെ മറുപടി അതാണ്. ജ്യോതി. താങ്ക് യു മാം. നമസ്കാരം മാം, എന്റെ പേര് അനു എന്നാണ്. മാം ഇപ്പൊ പറഞ്ഞ ടോക്കിന്റെ ഇടയ്ക്ക് പറഞ്ഞായിരുന്നു, ഇതിപ്പോ കാലങ്ങളെ അതിജീവിക്കേണ്ട സൃഷ്ടികളാണെങ്കിൽ അതെന്തായാലും അതിജീവിക്കുക തന്നെ ചെയ്യും. അപ്പം അതിന് ഭാഷ ഒരു ഘടകമല്ലേ? കാരണം നല്ല ഭാഷ, എന്ന് വെച്ചാൽ ഇപ്പൊ നല്ല സ്റ്റാൻഡേർഡ് ഉള്ള ഒരു ഭാഷയാണെങ്കിൽ അതെന്തായാലും നമ്മൾ കുറച്ച് കാലങ്ങൾ കൂടെ കഴിയുമ്പോൾ അത് എന്തായാലും ഓർക്കപ്പെടും. അപ്പൊ ഇപ്പൊ പുതിയ എഴുത്തുകാർക്ക് ഇപ്പൊ അവർ ആദ്യ സൃഷ്ടിയാണെങ്കിൽ അവർക്ക് ഭാഷ അധികം അവരുടെ ഭാഷയിലായിരിക്കും എഴുതുന്നത്. എങ്കിലും അവർക്കത് കാലത്ത് അതിജീവിക്കണമെങ്കിൽ എന്തായാലും ഭാഷയിൽ ചേഞ്ച് അല്ല, ഒരു മിനിമം സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യണമെന്ന് തോന്നിയിട്ടില്ലേ മാഡത്തിന്? അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഉണ്ട്,
ഉണ്ട്, തീർച്ചയായിട്ടും. കാലാതിവർത്തിയായിട്ട് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ഒരു ഒരു ഏത് പുസ്തകം ആയിക്കോട്ടെ, ആ ഒരു പുസ്തകം കാലാതിവർത്തിയായിട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ ഭാഷ എന്നല്ല, ഒന്നുകിൽ കണ്ടന്റ് ഉണ്ടായാലും മതി. നല്ല കണ്ടന്റ് ആണ്, അതിന്റെ നല്ല ക്രാഫ്റ്റ് ആണ്. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഭാഷ ഒരു ആവറേജ് നിലവാരത്തിൽ പോയാലും അത് കാലാതിവർത്തിയായിട്ട് നിലനിൽക്കും. എപ്പോഴാണെങ്കിൽ മാത്രം കാലങ്ങൾക്ക് ശേഷവും കൈകാര്യം ചെയ്യുന്നത്, സംസാരിക്കുന്നത്, ആശയവിനിമയം ചെയ്യുന്ന ഭാഷയോ അല്ലെങ്കിൽ അവർക്ക് മനസ്സിലാവുകയോ ചെയ്യുന്ന ഭാഷയോ അതാണെങ്കിൽ മാത്രം. അതിനൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. മാർത്താണ്ഡവർമ്മ വായിച്ചിട്ടുണ്ടോ? സി വി രാമൻ പിള്ളയുടെ? വായിച്ചിട്ടില്ല. മാർത്താണ്ഡവർമ്മയുടെ ഭാഷ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അത് ഭയങ്കര കോംപ്ലക്സാ. എന്ന് വെച്ചാൽ ഒരു 3-4 ലൈൻസ് എഴുതിയാണ് ഒരു സെന്റൻസ് തീരുന്നത്. മനസ്സിലായില്ലേ? അപ്പോ ആ ഒരു മാർത്താണ്ഡവർമ്മ എന്ന് പറയുന്ന നോവൽ എഴുതാൻ എനിക്ക് തോന്നുന്നില്ല ഇപ്പോ ഇവിടെയുള്ള എത്ര പേർക്ക് പറ്റുമെന്ന്. അത്രയും ലെജൻഡറി വർക്കായ ആ മാർത്താണ്ഡവർമ്മ ഇപ്പൊ ആഘോഷിക്കപ്പെടുകയോ അല്ലെങ്കിൽ കൂടുതൽ ഇടങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുകയോ ചെയ്യുന്നില്ല. അതിന്റെ കാരണം ഭാഷ ചീത്തയായതുകൊണ്ടല്ലെന്നേ. ഇപ്പൊ നമ്മൾ കൈകാര്യം ചെയ്യുന്ന ഭാഷയും ഇപ്പോഴത്തെ തലമുറ അതിനെ നോക്കി കാണുന്ന, എൻജോയ് ചെയ്യുന്ന ഭാഷയും അതല്ലാത്തത് കൊണ്ടാണ് അത് അത്രയും ചർച്ച ചെയ്യപ്പെടാത്തത്. പക്ഷെ അത് ഈ സാഹിത്യം കൈകാര്യം ചെയ്യുന്ന ആൾക്കാർക്കോ അല്ലെങ്കിൽ സാഹിത്യത്തിൽ അത്രയ്ക്ക് താല്പര്യമുള്ള ആൾക്കാരോ മാത്രമാണ് ഇതിനെ തേടി ചെന്ന് വായിക്കുന്നത്. എനിക്ക് തോന്നിയൊരു കാര്യമാണ്. എന്നാൽ ഒരു ജനറൽ കാറ്റഗറി റീഡേഴ്സ് ഉണ്ടല്ലോ, അങ്ങനെയുള്ളൊരു റീഡേഴ്സിന് ഇടയ്ക്കോട്ട് കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. എന്നാൽ അതേപോലത്തെ സബ്ജക്റ്റുകൾ ചർച്ച ചെയ്യപ്പെടുന്ന, അതേപോലുള്ള സബ്ജക്റ്റുകൾ കൊണ്ട് എഴുതപ്പെടുന്ന മറ്റ് പുസ്തകങ്ങളുണ്ട്. എക്സാക്ട്ലി അതാണെന്ന് ഞാൻ പറയില്ല, എങ്കിലും ദീപുവിന്റെ മുകിലൻ എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. വായിച്ചിട്ടുണ്ടോ? ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ? മുകിലൻ എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകം പക്ഷെ നന്നായി വായിക്കപ്പെടുകയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തു. അതാണ് ഭാഷയുടെ കാര്യത്തിൽ ഇപ്പം അനു ചോദിച്ചതിന് എന്റെ മറുപടി. തീർച്ചയായിട്ടും നല്ല ഭാഷ വേണം. ഭാഷ ഒരു മോശം ഭാഷയാണോ? അത് നമുക്ക് കല്ലുകടി തന്നെയാണ്. പക്ഷെ കാലാതിവർത്തിയായിട്ട് നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ആ പുസ്തകത്തിനൊരു രാശി അതും കൂടി എനിക്ക് ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. രാശി എന്ന് ഞാൻ പറയുന്നത് അന്ധവിശ്വാസം എന്നുള്ള സെൻസിലല്ല, നമ്മൾ ലക്ക് ഫാക്ടർ എന്ന് പറയില്ലേ, അതുപോലെ ഒരു കാര്യമാണ്. ഇപ്പൊ നമ്മൾ ആഘോഷിക്കുന്ന പുസ്തകങ്ങൾ അത് ഏതും ആയിക്കോട്ടെ, അത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. നാളെ അത് അവിടെ തന്നെ ഉണ്ടാവും, നിലനിന്ന് പോകും, അല്ലെ 10 കൊല്ലത്തിന് ശേഷം ഈ പുസ്തകങ്ങൾ തേടിപ്പിടിച്ച് വായിക്കോ ഇല്ലയോ എന്നൊന്നും നമുക്ക് ഇപ്പൊ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോഴത്തെ തലമുറ ആഘോഷിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ എഴുതപ്പെട്ടത് കൊണ്ടാണ് അതിനെ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നത്. അത് ആ ഒരു ഭാഷ, നല്ല ഭാഷ കൈകാര്യം ചെയ്യുന്നതെന്ന് അവർക്ക് തോന്നുന്ന പുസ്തകങ്ങൾ, റീഡേഴ്സിന് തോന്നുന്ന പുസ്തകങ്ങൾ ഉറപ്പായിട്ടും നിലനിൽക്കുക തന്നെ ചെയ്യുവാനും. ഓക്കെ മാം. അല്ല, ഇപ്പൊ നമ്മൾ ആഘോഷിക്കപ്പെടുന്നത് കുറച്ചു കാലം കഴിയുമ്പോൾ ചിലപ്പോൾ ആഘോഷിക്കപ്പെടണ ഇല്ലാന്ന് മാം പറഞ്ഞുകൊണ്ടാണ് ചോദിച്ചത്. കാരണം ഇപ്പൊ മാം മാർത്താണ്ഡവർമ്മ പറഞ്ഞു, അപ്പം അതിപ്പോഴും റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ടല്ലോ, അതുകൊണ്ടാണ് ചോദിച്ചത്. അല്ല, ഒരു കാര്യമുണ്ട്. ഇപ്പൊ ആഘോഷിക്കപ്പെടുന്ന പുസ്തകങ്ങൾ നാളെ ആഘോഷിക്കപ്പെടില്ല എന്നല്ല ഞാൻ പറഞ്ഞത്, അത് അൺസേർട്ടൺ ആണെന്ന് ഞാൻ പറഞ്ഞത്. കാരണം ഇപ്പൊ എക്സാമ്പിൾ ഞാൻ റാം കെയർ ഓഫ് ആനന്ദിയുടെ കാര്യം തന്നെ പറയാം. റാം കെയർ ഓഫ് ആനന്ദി എന്ന് പറയുന്ന പുസ്തകത്തില് ഭാഷയേക്കാൾ കൂടുതൽ എനിക്കിഷ്ടപ്പെട്ടത് അതിനകത്ത് കൈകാര്യം ചെയ്തിട്ടുള്ള ഇമോഷണൽ ബോണ്ടുകളാണ്, ഇമോഷണൽ ബോണ്ടിങ്സ് ആണ്. അപ്പം ആ ഇമോഷണൽ ബോണ്ടിങ്സ് ഇഷ്ടപ്പെടുന്ന ആൾക്കാര് ഈ പറഞ്ഞ പോലെ കാലങ്ങൾക്ക് ശേഷം ഉണ്ടെങ്കിൽ അതിങ്ങനെ നിലനിൽക്കുക തന്നെ ചെയ്യും. അതിങ്ങനെ ഓരോ കൊല്ലം കഴിയും തോറും അതിന്റെ റീഡേഴ്സ് നഷ്ടപ്പെട്ടു പോവില്ല. എക്സാമ്പിൾ ഞാൻ പറഞ്ഞാണ്, അത് അത്രയും ഈ അടുത്ത കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ ഇത്രയും സെൻസേഷണൽ ആയ ഒരു ബുക്ക് വേറെ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ റാമിന്റെ കാര്യം തന്നെ എടുത്തു പറഞ്ഞത്. റാം കെയർ ഓഫ് ആനന്ദി എന്ന് പറയുന്ന പുസ്തകം ഭാഷയേക്കാൾ കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് അതിന്റെ കണ്ടന്റും ആ ഒരു ഇമോഷണൽ ക്വാളിറ്റിയും കൊണ്ട് തന്നെയാണ്. അത് അൺപ്രഡിക്റ്റബിൾ ആണ്. നമുക്ക് നാളെ എന്ത് സംഭവിക്കും നമുക്ക് ഒരു കാര്യത്തിൽ ഒരു പ്രഡിക്ഷൻ ഇല്ല, എല്ലാം അൺസർട്ടൺ ആണ്. ഞാൻ അത്രേ പറഞ്ഞോളൂ. പിന്നെ അനു ചോദിച്ച ഭാഷയുടെ കാര്യം പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഭാഷ മാത്രം നല്ലതായതുകൊണ്ട് കാര്യമില്ല, അല്ലെങ്കിൽ ഒരു നല്ല കണ്ടന്റിന് ഭാഷ ഇല്ലാതിരുന്നാലും പ്രശ്നമാണ്. പക്ഷെ നല്ല ഭാഷ ആയതുകൊണ്ട് മാത്രം അത് കാലാതിവർത്തിയായിട്ട് നിലനിൽക്കണമെന്നൊരു നിർബന്ധവും ഇല്ല. അതാണ് മാർത്താണ്ഡവർമ്മ ഇപ്പോഴും വായിക്കുന്നവരുണ്ട്. അത് കാലാതിവർത്തിയായിട്ട് നിലനിന്നിട്ടില്ല എന്നല്ല ഞാൻ പറഞ്ഞത്, ഇപ്പോഴത്തെ ജനറേഷൻ അതിനെ കൂടുതൽ ചർച്ച ചെയ്യാത്തതിന്റെ കാരണമാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ മാം, താങ്ക് യു. ഹലോ മാം, എന്റെ പേര് അമൃത. ഇപ്പോഴത്തെ എഴുത്തിൽ ഒരു സിനിമാറ്റിക് സ്റ്റൈൽ കാണാൻ കഴിയുന്നുണ്ട്. അപ്പൊ ഇനിയുള്ള നോവൽ യുഗം ഒരു സിനിമാറ്റിക് യുഗമായി മാറുമോ? എന്താണ് മാമിന്റെ അഭിപ്രായം?
ഇപ്പോഴത്തെ എല്ലാ നോവലൊന്നും സിനിമാറ്റിക് ആയിട്ട് അല്ല അമൃത എഴുതപ്പെടുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു ആൾക്കാരിലേക്ക് കൂടുതൽ എത്തിപ്പെടുന്നത് സിനിമാറ്റിക് അല്ലെങ്കിൽ വളരെ ലളിതമായ ഭാഷയിൽ എഴുതപ്പെടുന്നതാണ്. അതുകൊണ്ടാണ് അത് ഈ പറഞ്ഞ പോലെ ഫാഡ് റീഡേഴ്സിലേക്ക് എത്തുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഈ സിനിമാറ്റിക് സൈഡിൽ അല്ലാതെ എഴുതുന്ന ഒത്തിരി പുസ്തകങ്ങളുണ്ട്. ഇപ്പം ഉദാഹരണം പറയാനാണെങ്കിൽ ഏറ്റവും അടുത്തിറങ്ങിയ മരിപ്പാഴി എന്ന് പറയുന്ന പുസ്തകം, അത് സിനിമാറ്റിക് സ്റ്റൈലിൽ എഴുതിയ പുസ്തകമൊന്നുമല്ല. അതേപോലെ തന്നെ ഈ റീസെന്റ് ഇറങ്ങിയ എസ് ഹരീഷ് സാറിന്റെ പുസ്തകം ഓഗസ്റ്റ് 17 സിനിമാറ്റിക് ആയിട്ട് എഴുതിയ പുസ്തകമൊന്നും അല്ലല്ലോ. പക്ഷെ അത് നന്നായി കെ എൻ പ്രശാന്തിന്റെ പൊനവും പാതിരാലിയിലെയും ഇത് 2 പുസ്തകങ്ങളും നന്നായി ആഘോഷിക്കപ്പെട്ട പുസ്തകങ്ങൾ തന്നെയാണ്. ഇതിന്റെ രണ്ടിന്റെയും ഭാഷ എന്ന് പറയുന്നത് പ്യുവർ ക്ലാസിക് ഭാഷയാണ്. ഭാഷയുമാണ്. ക്രാഫ്റ്റ് എന്ന് പറയുന്നത് വളരെ എന്താ പറയണ്ടേ, കുറച്ച് മാത്രം കാച്ചി കുറുക്കി ഒരു കുറഞ്ഞ വാക്കുകൾക്കുള്ളിൽ ഒരുപാട് ഇമോഷനും കാര്യങ്ങളും പറയുന്ന രീതി ചിട്ടപ്പെടുത്തിയിട്ടുള്ള ഒരു പുസ്തകം. അത് സിനിമാറ്റിക് ആയിട്ടുള്ളതല്ല. അപ്പൊ സിനിമാറ്റിക് ആയത് മാത്രമാണെന്നല്ല പറയേണ്ടത്. ഇപ്പൊ സിനിമാറ്റിക് ആയിട്ടുള്ള പുസ്തകങ്ങൾ വരാൻ തുടങ്ങിയിട്ട് ഒരു 5 കൊല്ലം ഒക്കെ അല്ലേ ആയിട്ടുള്ളൂ. അപ്പോൾ ഈ സിനിമാറ്റിക്കും കൂടെ ആയി മാറി ഇപ്പോഴത്തെ പുസ്തകങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാമത്. അല്ലാതെ സിനിമാറ്റിക് പുസ്തകങ്ങൾ എല്ലാം സിനിമാറ്റിക് ആവാനുള്ള ഒരു സാധ്യതയില്ല. കാരണം സാഹിത്യം ഇഷ്ടപ്പെടുന്ന എഴുത്തുകാര്, ലിറ്ററൽ ഫിക്ഷൻ ഇഷ്ടപ്പെടുന്ന, ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്ന എഴുത്തുകാര് അവരുടേതായ ശൈലിയിൽ സിനിമാറ്റിക് അല്ലാതെ വളരെ സബ്റ്റിലായിട്ട് പറഞ്ഞു പോകുന്ന പുസ്തകങ്ങളും എഴുതുന്നുണ്ട്. അനഘയുടെ വായനയിൽ സാങ്കേതികത വന്നതോടെ വായന മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ചു ഓഡിയോ ബുക്ക് പോലെയുള്ളവയായി വരുന്നുണ്ട്. ഇത് വായനയുടെ സ്വാഭാവികതയെ ബാധിക്കുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു പ്രശ്നമുള്ളത് എന്താണെന്നറിയോ, നമ്മൾക്ക് വായിക്കുന്ന സമയത്ത് വായന എന്ന് പറയുന്ന പ്രോസസ്സ് ഭാവനയിലും, എക്സാമ്പിൾ പറയാം. ഇപ്പം നമ്മൾ ഒരു 2 പേർ തമ്മിലുള്ള കോൺവെർസേഷൻ ഒരു പുസ്തകത്തിൽ ഉണ്ടെന്ന് വിചാരിക്കുക. ഈ 2 പേര് പറയുന്നതും നമ്മുടെ ഇമാജിനേഷനിലാണ് അവരുടെ ശബ്ദം ഉള്ളത്. തീർച്ചയായിട്ടും അത് വായിക്കുന്ന ഒരാൾക്ക് ഒരു പ്രത്യേക രൂപമുണ്ട്, ഒരു ശബ്ദവും ഉണ്ട്. അപ്പം ആ ഒരു സുഖത്തെ കെടുത്തുന്ന രീതിക്കാണ് ഓഡിയോ ബുക്ക് എന്ന് ഒരിക്കലും വായനയ്ക്ക് സമയമില്ലാത്ത ആൾക്കാരിലേക്ക് ഇപ്പം പുസ്തകങ്ങളെയും അതിന് ഇൻഫർമേഷനെയും കണ്ടന്റിനെയും എത്തിക്കാൻ ഓഡിയോ ബുക്സിന് കഴിയുന്നുണ്ട്. ഡിജിറ്റൽ യുഗത്തില് വായന അങ്ങനെ മരിച്ചൊന്നും പോയിട്ടില്ലാത്ത സ്ഥിതിക്ക്, ഇപ്പം അങ്ങനെ പറഞ്ഞ കുറെ പേര് അങ്ങനെ തന്നെ ആയിരുന്നു. കുറെ ഒരു 5 കൊല്ലക്കാലമായിട്ട് ഈ ഒരു കരച്ചിൽ തന്നെ ആയിരുന്നല്ലോ, വായന മരിക്കുന്നു. പക്ഷെ വായനയൊന്നും മരിച്ചൊന്നും പോയിട്ടില്ലാത്തതുകൊണ്ട് ഈ പറഞ്ഞ ഓഡിയോ ബുക്സ് ഗുണമാണ്. അതിന് ഒരു ഇൻസിഡന്റ് ഞാൻ പറയാം. രഹസ്യം എന്ന് പറയുന്ന ബുക്കിലെ ദ സീക്രട്ട് എന്ന് പറയുന്ന പുസ്തകം ഞാൻ ഓഡിയോ ബുക്കായിട്ടാണ് കേൾക്കുന്നത്. കാരണം എന്താന്ന് വെച്ചാൽ എനിക്ക് അതിനും കൂടിയുള്ള സമയം കിട്ടുന്നില്ല. അപ്പൊ പിന്നെ ആറ്റോമിക് ഹാബിറ്റ്സ് എന്ന് പറയുന്ന പുസ്തകം ഞാൻ ഓഡിയോ ബുക്സ് ആയിട്ടാണ് കേൾക്കുന്നത്. കാരണം നോൺ ഫിക്ഷൻ, ഞാൻ ഇങ്ങനെ പറയും വേണമെങ്കിൽ, നോൺ ഫിക്ഷൻ പുസ്തകങ്ങൾക്ക് ഓഡിയോ ബുക്സ് വളരെ നല്ലൊരു ഓപ്ഷൻ ആണെന്നും, ഫിക്ഷൻ ഡിപ്പെൻസ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഒരു വെല്ലുവിളി എവിടെയുണ്ട്. ഫിക്ഷൻ കേൾക്കുമ്പോൾ കോൺവെർസേഷൻ മോഡിലുള്ള പുസ്തകമാണെങ്കിൽ ഈ ശബ്ദം അല്ലെങ്കിൽ നമ്മുടെ ഇമാജിനേഷനെ വെല്ലുവിളിക്കുന്നുണ്ട്, നമ്മുടെ ഭാവനയെ വെല്ലുവിളിക്കുന്നുണ്ട്. അതുകൊണ്ട് ഡിജിറ്റൽ യുഗത്തിൽ ഈ പറഞ്ഞ ഭീഷണിയൊന്നുമില്ല. എങ്കിലും ഇതാണ് എന്റെ ആൻസർ. നോൺ ഫിക്ഷൻ പുസ്തകങ്ങൾക്ക് ഓഡിയോ ബുക്സ് ഉണ്ടെങ്കിൽ നല്ലതാണ്. കാരണം അത് ആര് എപ്പോ പറഞ്ഞു എന്നുള്ളതിന് ഒരു സാധൂകരണം ആവശ്യമില്ലാത്തതാണ്. പക്ഷെ ഫിക്ഷൻ പുസ്തകങ്ങൾക്ക് ഭാവന ആവശ്യമുള്ളിടത്ത്, നമ്മൾ ചിന്തിക്കേണ്ടടുത്ത് അത് വെല്ലുവിളിയാവുന്നുമുണ്ട്. അത് ചോദിച്ചത് ആരാന്ന് ഞാൻ നോക്കിയില്ലായിരുന്നു കേട്ടോ. അനഘ. ഹലോ മാം, അല്ലാതെ മെസ്സേജിൽ ഒരു ചോദ്യം വന്നതാണേ. ഫാസിത്താണ് ചോദിച്ചേക്കുന്നത്. ചരിത്ര നോവലുകളുടെ സ്വാധീനം ഇന്ന് മലയാളത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ആഗസ്റ്റ് 17, മാന്തടയിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ എന്നിവ അത് ചരിത്ര നോവലുകളുടെ ഒരു തിരിച്ചുവരവായി കാണാമോ? ചരിത്ര നോവലുകളുടെ തിരിച്ചുവരവ് ചരിത്ര നോവലുകൾ എന്നും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ചരിത്ര നോവലുകളുടെ ഏറ്റവും വലിയൊരു ഗുണവും ദോഷവും അത് തന്നെയാണ്. എഴുത്തുകാരന്റെ പെർസ്പെക്റ്റീവിലാണ് അത് എഴുതപ്പെടുന്നത് എന്നുള്ളതാണ്.
പിന്നെ നോവലുകൾ എന്ന് പറയുന്നത് ഫിക്ഷനിലായതുകൊണ്ട് തന്നെ ഒരു ഫിക്ഷൻ നോവലുകള് ഇപ്പം സാഹിത്യം പഠിക്കുന്ന ആൾക്കാർക്കിടയ്ക്ക് ഞാനത് എന്താന്ന് പറയേണ്ട ആവശ്യമില്ല. ചരിത്രം നോൺ ഫിക്ഷൻ ആണെങ്കിൽ തന്നെ അതിലൊരു 70% ഒത്തന്റിസിറ്റി വേണം നമുക്ക് പറയാം. പക്ഷെ ഫിക്ഷൻ ചരിത്ര നോവലുകൾ ഫിക്ഷൻ ആയതുകൊണ്ട് തന്നെ ഒരു ട്രെൻഡ് സെറ്റർ ആയിട്ട് അത് മാറുമെന്നല്ലാതെ ബാക്കി അതായത് പിന്നീട് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതിനനുസരിച്ച് അതിന് അപ്ഡേറ്റഡ് ആവാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ ഓഗസ്റ്റ് 17 പ്രതിലോമകരമായിട്ടുള്ള ഒരു ഹിസ്റ്ററിയെ പറ്റിയിട്ട് ചരിത്രത്തെ പറ്റിയിട്ട് പറയുമ്പോൾ ഇതിന്റെ ഒതന്റിസിറ്റി ചോദ്യം ചെയ്യാൻ നമുക്ക് എഴുത്തുകാരനോട് ചോദ്യം ചെയ്യാൻ പറ്റില്ല. കാരണം അതൊരു ഫിക്ഷനാണ്. അദ്ദേഹത്തിന് മറുപടി സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും, അതൊരു ഫിക്ഷൻ ആണ് എന്നായിരിക്കും. ഇനി അടുത്തൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ചരിത്രവും മിത്തും എല്ലാം കൂടെ പറഞ്ഞതാണ് സുഗന്ധി ആണ്ടാൾ ദേവനായകി. അപ്പം അതിന്റെ ആ നോവലിന്റെ കാര്യത്തിലും ഈ പറഞ്ഞ ശ്രീലങ്കൻ പശ്ചാത്തലവും കാര്യങ്ങളും ഒക്കെ വരുമ്പോഴും അവിടെയും നോവൽ നന്നായി വായിക്കപ്പെടുന്നുണ്ട്, നന്നായിട്ട് ആൾക്കാർ ആഘോഷിക്കുന്നുണ്ട്, ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്നുണ്ട്, നല്ല ഭാഷയും കൂടെയാണ്. ഓഗസ്റ്റ് 17, ഈ സുഗന്ധി, അതുപോലെ തന്നെ മാന്തളിർ, പിന്നെ ഈ അടുത്ത കാലത്ത് വന്നല്ലോ ത്രില്ലറിന്റെ ബേസിൽ പറഞ്ഞു പോയിട്ടുള്ള രഞ്ജു ക്ലിമാനുവിന്റെ പുസ്തകം ബി സി എന്ന് പറയുന്ന പുസ്തകം 261 എന്ന് പറയുന്ന പുസ്തകം ചരിത്രത്തിന്റെ കുറെ ഏറെ ഭാഗങ്ങൾ ഒരു ഹിസ്റ്റോറിക് ഫിക്ഷൻ ലേബലിൽ പെടുത്താവുന്നത് തന്നെയാണ്. അപ്പോ ചരിത്ര പുസ്തകങ്ങൾ ഉണ്ടാവുന്നത് കൊണ്ടുള്ള ഏറ്റവും വലിയ ഗുണം എന്താണെന്നറിയോ? നോൺ ഫിക്ഷൻ ചരിത്രം വായിക്കാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാർ ഇതിന്റെ ഒതന്റിസിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ട് ചരിത്രം ചെകയും എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഗുണം. അപ്പൊ ചോദ്യത്തിന്റെ എക്സാക്ട് ഉത്തരം അല്ല ഞാൻ പറഞ്ഞതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, പക്ഷെ അതിന്റെ എക്സാക്ട് ഉത്തരം എനിക്കും അറിയില്ല. നാളത്തെ ട്രെൻഡ് എന്താണ്, അല്ലെങ്കിൽ ഇനി അങ്ങോട്ട് ഇത് സംഭവിക്കുമോ എന്നുള്ള കാര്യം നമുക്ക് ഒരു ഉറപ്പുമില്ല. ഇതിന് കിട്ടുന്ന സ്വീകാര്യത അനുസരിച്ചിരിക്കും മറ്റൊരാൾ ചരിത്രത്തെ കയറി വീണ്ടും ചരിത്രത്തിൽ ഒരു പരീക്ഷണം നടത്തുന്നതിന് ധൈര്യപ്പെടുന്നത്. നമ്മൾ വായനക്കാർ നന്നായിട്ട് ഏറ്റെടുക്കുന്ന ചരിത്ര പുസ്തകങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എഴുത്തുകാരൻ ധൈര്യം ഉണ്ടാവും പിന്നീട് വീണ്ടും മറ്റൊരു ചരിത്രത്തിന്റെ ഏട് പിടിച്ച് എഴുതാനായിട്ട് തീർച്ചയായിട്ടും ശ്രമം നടക്കുക തന്നെ ചെയ്യും. ഇപ്പം ഗ്രീക്ക് ചരിത്രങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം ഒന്നും മലയാളത്തിൽ എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പോൾ അതൊക്കെ എഴുതാൻ ആൾക്കാർക്ക് ധൈര്യം കിട്ടിയാൽ അത് ഗുണമാവുന്ന എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ചരിത്രത്തെ തേടിപ്പോവും. ഇതിന്റെ ഒതന്റിസിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടി ചരിത്രത്തെ തേടിപ്പോവും. ഇപ്പം കറുത്തച്ഛൻ എന്ന് പറയുന്ന ഒരു പുസ്തകം വായിച്ചിട്ടുണ്ടാവും, ത്രില്ലർ തന്നെയാണ്. പക്ഷെ അതിനകത്ത് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നമ്മൾ വായിച്ചപ്പോൾ ഓക്കെ ഇതിന്റെ ഒതന്റിസിറ്റി എന്തൊക്കെയാണ്, ഇതിനകത്ത് ശരിക്കും പണ്ട് എന്തൊക്കെയാണ് നടന്നതെന്ന് നോക്കാൻ ഒരു ശ്രമം നടക്കും. ഫ്രാൻസിസ് ചിട്ടിക്കോര, പിന്നെ അതുപോലെ തന്നെ ഇതുപോലുള്ള നോവലുകൾ കുറച്ചുണ്ട്. ത്രില്ലറാണ് അല്ലെങ്കിൽ ഒരു ഫിക്ഷൻ ആണ്, ആ ഫിക്ഷന്റെ പിന്നിൽ എന്താണ്, ശരിക്കും നടന്നതാണോ, അല്ലെങ്കിൽ ഇത് ഇങ്ങനെ തന്നെ ആയിരുന്നോ, ഇതിന് മറ്റൊരു വേർഷൻ ഉണ്ടോ എന്ന് കുറച്ചു പേരെങ്കിലും പോയി നോക്കും എന്നുള്ളതാണ് ഇതിന്റെ ഗുണം. പക്ഷെ ഇനി അങ്ങോട്ട് ഇത് ഒരു ട്രെൻഡ് ആവുമോന്ന് അൺപ്രഡിക്റ്റബിൾ ആണ്, നമുക്കത് അറിയാൻ പറ്റില്ല. ഫാസിസ് അല്ലേ ചോദിച്ചത്? ഫാസിത്ത്. ഇനി ആരെങ്കിലും ചോദ്യം ചോദിക്കാനോ ആശയങ്ങൾ പങ്കുവെക്കാനോ വല്ലതും ഉണ്ടോ? ഉണ്ടെങ്കിൽ മുന്നോട്ട് വരാം. മാം 2 ചോദ്യങ്ങളൂടെ ഉണ്ടേ. ഫസ്റ്റ് വൺ ബിജിലാണ് ചോദിച്ചേക്കുന്നത്. ക്രൈം ത്രില്ലർ എഴുതുന്ന മാമിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച കൃതി ഏതാണ്? എന്റെ തന്നെയാണോ? അങ്ങനെയില്ല. ഓക്കെ. ഫസ്റ്റ് ഞാൻ ക്രൈം മാത്രമല്ല കേട്ടോ എഴുതുന്നത്, സയൻസ് ഫിക്ഷൻ എഴുതും. പക്ഷെ എങ്കിലും ഞാൻ പറഞ്ഞ എന്നെ ഏറ്റവും സ്വാധീനിച്ച കൃതി ഒരെണ്ണം മാത്രം പറയാൻ ബുദ്ധിമുട്ടാണ്. എങ്കിലും എനിക്ക് വയലാറിന്റെ സർഗസംഗീതം എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു പുസ്തകമാണ്. കാരണം അതില് കവിതകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. അപ്പം അതെനിക്കൊരു പുസ്തകമായിട്ട് എനിക്ക് പറയാൻ പറ്റും. പിന്നെ രണ്ടാമത്തെ പുസ്തകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ടും സാപ്പിയൻസ് പറയും. കാരണം ഞാൻ ഭയങ്കര ഒരു പുള്ളിക്കാരന്റെ ആരാധികയാണ്. കാരണം അത്രയും റിസർച്ച് ചെയ്ത് അത്രയും നമ്മളെപ്പോ അന്വേഷിച്ചു പോയാലും എവിടെ അന്വേഷിച്ചു പോയാലും അദ്ദേഹം അതിൽ എഴുതിയിരിക്കുന്നതിന് ഒരു തെറ്റാണെന്ന് സ്ഥാപിച്ചെടുക്കാൻ പറ്റില്ല. അതായത് അത്രയും ഫാക്ച്വൽ എറർ ഒഴിവാക്കി എഴുതപ്പെട്ട ഒരു പുസ്തകം. ഇതാണ് 2 നോൺ ഫിക്ഷനും കവിതയും പറഞ്ഞത്. ഇനിയിപ്പോ ത്രില്ലറിന്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് സിഡ്നി ഷെൽഡൻ ഇഷ്ടമാണ് ഇംഗ്ലീഷില്. മലയാളത്തിലാണെന്നുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ ഒരാളുടെ പേരെടുത്ത് പറയാനായിട്ട് പറ്റില്ല. എന്നെ സ്വാധീനിച്ച ത്രില്ലറുകൾ എന്ന് പറഞ്ഞാല്
എന്നാലും എനിക്ക് കൂടുതൽ ഇഷ്ടമുള്ള ഒരു എഴുത്തുകാരൻ എന്ന് പറയുന്നത് ഒന്ന് രഞ്ജു ആണ്. രഞ്ജു ക്ലിമാനൂരിന്റെ പുസ്തകങ്ങൾ എനിക്ക് ഇഷ്ടമാണ്. നല്ല ഒബ്സർവേഷൻ എടുത്ത് എഴുതുന്നുണ്ട്. പിന്നെ ആശിഷ് ബെനൈജയുടെ പുസ്തകങ്ങൾ ഇഷ്ടമാണ്, മിസ്റ്ററി. പിന്നെ KR മീര മാമിന്റെ എല്ലാ പുസ്തകങ്ങളും എസ്പെഷ്യലി സൂര്യനെ അണിഞ്ഞൊരു സ്ത്രീ എന്ന് പറയുന്നതും മീര സാധുവും ഇഷ്ടമാണ്. പിന്നെ ബെന്യാമിൻ സാറിന്റെ പുസ്തകങ്ങൾ പറയുകയാണെങ്കിൽ എനിക്ക് മഞ്ഞവെയിൽ മരണങ്ങളാണ് അതിൽ ഏറ്റവും ഇഷ്ടമുള്ള പുസ്തകം. പിന്നെ പഴയ കാലത്തെ MP മീൻസ് പരിണാമം ഇഷ്ടമാണ്. പിന്നെ C രാധാകൃഷ്ണൻ സാറിന്റെ പുസ്തകങ്ങൾ ഇഷ്ടമാണ്. അതിനകത്ത് തന്നെ തീക്കടൽ കളഞ്ഞ തിരുമുത്തരം എന്നുള്ള പുസ്തകം ഇഷ്ടമാണ്. അങ്ങനെ എനിക്ക് ഒന്നായിട്ട് പറയാൻ പറ്റില്ല, പറഞ്ഞു പോകാനാണെങ്കിൽ കുറേ എണ്ണം ഉണ്ടാവും അതിനകത്ത്. പക്ഷെ എങ്കിലും ഇതിനെല്ലാത്തിനും കോമൺ ആയിട്ടൊരു കാരണമുണ്ട്. ഇമോഷണലി കണക്ട് ചെയ്യുന്ന പുസ്തകങ്ങൾ പൊതുവേ എനിക്ക് ഇഷ്ടമാണ്. പിന്നെ ത്രില്ലറിന്റെ കാര്യത്തിലാണെങ്കിൽ ത്രില്ലറിനകത്ത് കൂടുതൽ ഇമോഷൻ കൊണ്ടുവരുന്നതോട് എനിക്ക് താല്പര്യമില്ല. ഞാൻ വ്യക്തിപരമായ എന്റെ അഭിപ്രായമാണ് പറഞ്ഞത്. ത്രില്ലർ എന്ന് പറയുന്ന വായിക്കാനിരിക്കുന്ന ഒരു പ്രത്യേക ജനീറാണ്, ഒരു പ്രത്യേക ഒരു റീഡർ സർക്കിൾ ആണുള്ളത് അതിന്. അങ്ങനെ ആകുമ്പോൾ അത് തേങ്ങയുടയ്ക്ക് സ്വാമീൻ അവരെ കൊണ്ട് പറയിക്കാതെ കാര്യങ്ങൾ വ്യക്തമായും ഫാസ്റ്റ് പേസിലും എഴുതുക എന്നുള്ളതാണ് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു മെത്തേഡ്. എന്റെ പുസ്തകങ്ങൾ എനിക്ക് ഏറ്റവും ഇഷ്ടം പ്ലാനറ്റ് 9 ആട്ടോ, അതുപോലെ പറയാം. ഓക്കെ ഒരു ക്വസ്റ്റിനോടുണ്ടേ. അഭിജിത്ത് ആണ് ചോദിച്ചേക്കുന്നത്. മാം തരകൻസ് ഗ്രന്ഥവരിയെ പറ്റി പറഞ്ഞു. അങ്ങനെയുള്ള ഏത് ഭാഗത്തു നിന്നും വായിക്കപ്പെടുന്ന നോവലുകൾ ഇനിയും രൂപപ്പെട്ടാൽ വായിക്കപ്പെടുമോ? ഇനിയും ആ പുതുമയുണ്ടാകാൻ സാധ്യതയുണ്ടോ? അതിൽ മാമിന്റെ അഭിപ്രായം. പുതുമകൾ എപ്പം വന്നാലും ഇപ്പൊ ഒരു പുസ്തകം അതേ ക്രാഫ്റ്റിലാണ് മറ്റൊരാൾ ചെയ്യുന്നതെങ്കിലും അതിനകത്തൊരു പുതുമ ഉണ്ടാവും. കാരണം തരകൻസ് ഗ്രന്ഥവരി പോലെ തന്നെ എഴുതപ്പെട്ട ഒരു പുസ്തകമുണ്ട്, റിഹാൻ റാഷിദിന്റെ ഡോൾസ് എന്ന് പറയുന്ന ഒരു പുസ്തകം. അപ്പോ റിഹാന്റെ ഡോൾസ് എഴുതിയതും ഏകദേശം ഇതേപോലത്തെ ഒരു കാര്യം വെച്ച് തന്നെയാണ്. തരകൻസ് ഗ്രന്ഥവരിയില് ഓരോരുത്തരും, അതായത് അവിടെ ഉപയോഗിക്കുന്ന ഓരോ ടൂൾസും ഓരോ കഥാപാത്രമാവുന്ന പോലെ തന്നെയായിരുന്നു ഡോൾസ് എന്ന് പറയുന്ന റിഹാന്റെ നോവലിലും. ഒരു ക്രെഡിറ്റ് കാർഡും അതുപോലെ തന്നെ ഒരു ആക്സസ് കാർഡ് പോലും കഥാപാത്രമായി മാറുന്ന ഡോൾസ് എന്ന് പറയുന്ന നോവലും തരകൻസ് ഗ്രന്ഥവരിയും ഒറ്റ ക്രാഫ്റ്റിൽ നിന്നിട്ടും രണ്ടും വായിക്കപ്പെടുകയും ചെയ്തു, രണ്ടിനും പുതുമ ഉണ്ടാവുകയും ചെയ്തു. ഇനി അങ്ങോട്ടും ഇതുപോലെയുള്ള ഒരു നോവൽ വന്നാൽ തീർച്ചയായിട്ടും വായിക്കപ്പെടും. അത് അതിനകത്ത് കണ്ടന്റ് ക്വാളിറ്റിയും ലാംഗ്വേജ് ക്വാളിറ്റിയും ഉള്ളിടത്തോളം കാലം അത് വായിക്കപ്പെടും. പിന്നെ ഉറപ്പായിട്ടും ആൾക്കാരിലേക്ക് എത്തുകയും വേണം. പ്രൊമോഷനുള്ള പുസ്തകങ്ങൾക്ക് മാത്രമാണ് വായനക്കാരിലേക്ക് ഇപ്പൊ എത്താൻ കഴിയുന്നുള്ളൂ. ഞാൻ പറയുന്നത് ഫേക്ക് പ്രൊമോഷൻസിന്റെ കാര്യമല്ല പറയുന്നത്. ജെന്യുവിൻ ആയിട്ടുള്ള റിവ്യൂസ് കിട്ടി ആൾക്കാരിലേക്ക് എത്തുന്ന പുസ്തകങ്ങൾ വായിക്കപ്പെടും. താങ്ക് യു മാം. ഇനി ആരും ചോദ്യം ചോദിക്കാനില്ലെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. അതെ, കൃതജ്ഞത രേഖപ്പെടുത്താൻ കോളേജ് വിദ്യാർത്ഥിനി ജോബി ജോണിനെ ക്ഷണിക്കുന്നു. നമസ്കാരം മാം. ഇപ്പോ കൂടുതലായിട്ടുള്ള നന്ദി പ്രസംഗത്തിലേക്കൊന്നും കിടക്കുന്നില്ല. എന്നിരുന്നാൽ തന്നെ പുതിയ കാലത്തിലെ വായനയെ ജനകീയമാക്കുന്നതിൽ മാമിന്റെ കൃതികൾ വലിയ തോതിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഇപ്പൊ ഈ നടന്ന ചർച്ചയിലെല്ലാം തന്നെ ഓരോ ചോദ്യങ്ങളെ ചോദിക്കുമ്പോൾ അതിന് മറുപടിയായിട്ട് ഓരോ പുസ്തകങ്ങളെയാണ് പറയുന്നത്. ഷീല ടോമിയുടെ ആണെങ്കിലും KN പ്രശാന്തിന്റെ ആണെങ്കിലും ആ പുസ്തകങ്ങളെ നമുക്ക് കോട്ട് ചെയ്യുന്ന സമയത്ത് വായിക്കാനുള്ള ഒരു ത്വര വിദ്യാർത്ഥികൾ എന്ന നിലയിൽ നമുക്ക് ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അത്തരത്തില് ചർച്ചയിൽ വളരെ ക്രിയാത്മകമായി ഇടപെടുകയും നമുക്ക് വേണ്ടിയിട്ട് ഇത്രയും സമയം മാറ്റി വയ്ക്കുകയും ചെയ്ത നായകൻ മാമിനോടുള്ള നന്ദി ഹൃദയത്തിന്റെ ഭാഷയിൽ അർപ്പിക്കുന്നു. അതുപോലെ KUCT കുന്നത്തിന്റെ പേരിലും KFL എന്ന് പറയുന്ന സാഹിത്യോത്സവത്തിന്റെ പേരിലും അർപ്പിക്കുന്നു. അതുപോലെ നമ്മുടെ പ്രിൻസിപ്പൾ ആയിട്ടുള്ള രശ്മി ടീച്ചറിനോടുള്ള നന്ദി. ഞങ്ങളുടെ ഏതൊരു പ്രവർത്തനത്തിനും കൂടെ നിൽക്കുകയും ഒരു മടിയും പറയാതെ കൂടെ നിൽക്കുന്ന ടീച്ചറിനുള്ള നന്ദി പറയുന്നു. അതുപോലെ നമ്മുടെ കൺവീനർ ആയിട്ടുള്ള ലേഖ ടീച്ചറിനോടുള്ള നന്ദി അർപ്പിച്ചു. മീറ്റിംഗ് അവസാനിച്ചിരിക്കുന്നു. എല്ലാവർക്കും ലെഫ്റ്റ് ആം.